തനിച്ചായിട്ടുള്ള മരണത്തിന് ഒരു നല്ല മരണം എന്ന് പറയാൻ കുറച്ചുകൂടെ വിഷമമായിരിക്കും. മറ്റേ അമ്മാവനെ പ്ലീസ് ചെയ്യാനും നാട്ടുകാരെ പ്ലീസ് ചെയ്യാനും എന്നെ എവിടെയിട്ട് കഷ്ടപ്പെടുത്താനോ മരിക്കുന്നവർക്ക് ഇൻറ്റൻസീവ് കയറുന്നൊരു പരിപാടി ഉണ്ടായിരുന്നില്ല. Two things are certain in life. One is pain and one is death. ഇത് ഭയങ്കര അൺകംഫർട്ടബിൾ ആയതുകൊണ്ട് നമ്മൾ പൊതുവേ ഇതിനെപ്പറ്റി സംസാരിക്കാറില്ല. ടുഡേ ലെറ്റ്സ് ഡിസ്കസ് ദിസ് അൺകംഫർട്ടബിൾ വിത്ത് ഡോക്ടർ M.R. രാജഗോപാൽ, ഫാദർ ഓഫ് പാലിയേറ്റീവ് കെയർ ഇന്ത്യ, അബൌട്ട് പെയിൻ മാനേജ്മെൻറ്റ് ആൻഡ് എ ഡിഗ്നിഫൈഡ് ഡെത്ത്. വെൽക്കം ഡോക്ടർ ടു ദ പോഡ്കാസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ഡോക്ടർ, ഞാൻ ഫസ്റ്റായിട്ട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ അവരുടെ ആരെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ളവരായിരിക്കും, എസ്പെഷ്യലി അച്ഛൻ, അമ്മ, ഗ്രാൻഡ് പേരൻസ്. അപ്പോൾ അവരുടെ ഉള്ളിലൊരു ഗിൽറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ലൈക്ക്, ഞാൻ കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടത് ആവശ്യമുണ്ടായിരുന്നോ, അവരൊരുപാട് സഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എൻ്റെ കസിൻ മരിച്ചപ്പോഴാണ് ആക്ച്വലി ഇത് കൂടുതലായിട്ട് ഞാൻ അനുഭവപ്പെട്ടത്. സോ നമുക്ക് അവിടെ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഗിൽറ്റ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? ഗിൽറ്റ് എന്തായാലും കുറച്ച് ഗിൽറ്റ് ഉണ്ടാവും. നമുക്ക് എയും ബിയും ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ ആണെങ്കിൽ എ ചെയ്താൽ അയ്യോ ബി ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ ഇത്രയും കഷ്ടപ്പെടില്ലായിരുന്നു, തിരിച്ചും ആവുമല്ലോ. അപ്പോൾ ഇതേതായാലും ഉണ്ടാവും കുറേ ഗിൽറ്റ്. ഒരു ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് സാധാരണ ആളുകൾ അത് നീ ഗിൽറ്റി ആവേണ്ട കാര്യമൊന്നുമില്ല അതെ എന്ന് ഒരു വളരെ സിംപ്ലിസ്റ്റിക് ആയിട്ടൊരു സൊല്യൂഷൻ കൊടുക്കാറുണ്ട്. അത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, പ്രയോജനമൊന്നുമില്ല. അതിപ്പോൾ ഞാൻ കുറച്ച് നേരം ഗിൽറ്റായി ആയിക്കളയാമെന്നും പറഞ്ഞ് പ്ലാൻ ചെയ്തിട്ടല്ലോ ആകുന്നത്. അത് നമ്മുടെ കൺട്രോളിലല്ലാതെ വരുന്നതല്ലേ. ഇവിടെ ഒരു മിനിറ്റ് കൊണ്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ വെക്കില്ല. ഒന്നാമത് ആ വ്യക്തിയുടെ ഉള്ളിലുള്ള തോന്നലുകൾ, എമോഷൻസ് നമ്മൾ കൂടിരുന്ന് ക്ഷമയോടെ കേൾക്കണം. അങ്ങനെ കേൾക്കണമെങ്കിൽ ആ വ്യക്തിക്ക് തുറന്നു പറയാനൊക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കണം. ഓക്കെ. അങ്ങനെ തുറന്ന് സംസാരിക്കുമ്പോൾ ഉടനെ അയ്യോ അങ്ങനെ ഗിൽറ്റി ആവേണ്ട കാര്യമില്ലല്ലോ എന്നുള്ള ഒരു സൊല്യൂഷൻ പുറത്ത് വരാനേ പാടില്ല. അത് പറയാനേ പാടില്ല. അതുകൊണ്ടൊരു പ്രയോജനമില്ല. കാരണം ഇയാൾക്കത് മനസ്സിലാവില്ല എന്നൊരു തോന്നലുള്ളിൽ എവിടെയെങ്കിലും ഉണ്ടായേക്കാം. നിങ്ങളുടെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, എമ്പതി, അത് വേണം കൺവേ ചെയ്യാൻ. എവൻച്വലി ഞാൻ ചോദിക്കുക, ഇപ്പോൾ സ്വന്തം കസിൻ്റെ കാര്യത്തിൽ ഗിൽറ്റ് ഉണ്ടെന്ന് ഞാൻ ഇവിടെ പറഞ്ഞിരുന്നല്ലോ ജോഷ്. അപ്പം ഞാൻ അതിൻ്റെ മുഴുവൻ കാര്യം എനിക്ക് അറിഞ്ഞൂടാ. എന്തായിരുന്നു കസിന്, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്, ഇത്തരം കാര്യങ്ങളുടെ ആഴത്തിലേക്ക് ഞാൻ ഇറങ്ങിച്ചെല്ലണം. ചെയ്തു കഴിഞ്ഞ് ഞാൻ ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും, ജോഷ് പൊതുവേ ഒരു കുറച്ച് കാരുണ്യമുള്ള വ്യക്തിയാണോ? അതെ, ആണ്. കാരുണ്യം കുറച്ച് അവനവനോടും വേണം എന്നാലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല. അല്പം സ്വയവും കുറച്ച് കമ്പാഷൻ കൊടുക്കണം. നിങ്ങൾ പെർഫെക്റ്റ് ഹ്യൂമൻ ബീയിങ് ആണെന്ന് തെറ്റിദ്ധാരണയൊന്നുമില്ലല്ലോ. നമ്മൾ കുറ്റങ്ങളും കുറവുകളും ഉള്ള മനുഷ്യരല്ലേ. അത് നോർമലാണ്. നമ്മളൊരു മാലാഖയൊന്നുമല്ല. അപ്പോൾ ഇവിടെ എല്ലാവരും കമ്പാഷൻ ഡിസർവ് ചെയ്യുന്നെങ്കിൽ ജോഷും ഡിസർവ് ചെയ്യുന്നുണ്ട്. ഈ റിയലൈസേഷൻ ജോഷിനുണ്ടാകുമ്പോൾ ജോഷ് സ്വയം കുറച്ചുകൂടെ മാപ്പ് കൊടുക്കും. അതിന് ഞാൻ ദൈവമൊന്നും അല്ലല്ലോ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ, എനിക്ക് ചെയ്യാൻ ഒക്കുന്നത് ഞാൻ ചെയ്തല്ലോ എന്ന് പറഞ്ഞ് സ്വയം മാപ്പ് കൊടുക്കണം. ഇത് ഞാൻ പക്ഷേ അവിടെ ഒരു ഹെൽപ്ലെസ്നെസ് ആയിരുന്നു ഞാൻ കൂടുതലായിട്ട് ഫീൽ ചെയ്തത്. അപ്പോഴെങ്ങനെയാണ് മാപ്പ്? ഹെൽപ്ലെസ്നെസ് യൂഷ്വലി ഓൾമോസ്റ്റ് ഇൻവേരിയബ്ലി അത്തരം സീരിയസ് ഹെൽത്ത് ഇഷ്യൂസിൽ മനുഷ്യനുണ്ടാകുന്ന കാര്യം തന്നെയാണ് എല്ലാവർക്കും. അവിടെ ജോഷിന് ഹെൽപ്ലെസ്നെസ് തോന്നി, എനിക്കെന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ലല്ലോ എന്നുള്ള തോന്നലുണ്ടായി. അവിടെ ഞാൻ ചോദിക്കുക, ജോഷിന് അങ്ങനെ ഒരു തോന്നലുണ്ടാകുന്നത് സ്വാഭാവികമല്ലേ? അതിന് ജോഷ് സ്വയം മാപ്പ് കൊടുക്കേണ്ടതല്ലേ? ജോഷ് അവിടെ പെർഫെക്റ്റ് ആവാൻ
എന്ന് പ്രതീക്ഷിച്ചോ? അതെ. അത് പറ്റുമോ? ഇല്ല. അപ്പോൾ സെൽഫ് ബ്ലെയിമിനെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്യുന്നത് സെൽഫ് കമ്പാഷനാവും. സെൽഫ് ബ്ലെയിമിനെ നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് സെൽഫ് കമ്പാഷൻ കമ്പാഷൻ അവിടെ കൊണ്ടുവരണം. അതായത് ഇപ്പോൾ ജോഷ് സ്വയം മാപ്പ് കൊടുക്കുന്നില്ല. ഞാൻ എന്നാലും എനിക്ക് എന്തെങ്കിലും ചെയ്യാനൊക്കണമായിരുന്നു എന്ന് സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വയം ഒരു അവനവനും അല്പം കാരുണ്യം അർഹിക്കുന്നുണ്ട്. എൻ്റെ തെറ്റുകൾക്ക് ഞാൻ സ്വയം മാപ്പ് കൊടുക്കണം. അത്ര പ്രാക്ടിക്കൽ സൊല്യൂഷൻ ആണോ? എനിക്കത് അതല്ലെങ്കിൽ ജോഷിനോട് ഞാൻ ചോദിക്കും, വേറെ എന്താണ് പ്രാക്ടിക്കൽ സൊല്യൂഷൻ? വേറെ ഒന്നുമില്ല. ഇവിടെ നമ്മൾ വേറൊരാളിന് നമ്മൾ കമ്പാഷനേറ്റായിട്ട് ഒക്കുന്നത് ചെയ്തു കഴിഞ്ഞാലും എല്ലാം ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഞാൻ ആകെ ഒരു വ്യക്തിക്ക് ആവശ്യമുള്ളതിൻ്റെ ഒരു അംശമായിരിക്കും ഞാൻ ചെയ്യുന്നത്. അതും എൻ്റെ മനസ്സ് എൻ്റെ കൺട്രോളിലുള്ള സമയത്ത്. ഞാൻ ചിലപ്പോൾ എനിക്ക് ഇന്നിനി വയ്യ, എനിക്കൊന്ന് കിടക്കണം എന്നുള്ള തോന്നൽ വന്നു കഴിഞ്ഞാൽ ഞാൻ അതിന് സ്വയം മാപ്പ് കൊടുക്കണം. പക്ഷെ അതൊരു സെൽഫിഷ് കാര്യമായിട്ടല്ലേ സൊസൈറ്റി ആയിക്കോട്ടെ നമ്മളും അതിനെ തന്നെ കാണുന്നത്. നമ്മൾ അതിനെ കാണുന്നതിൽ നമുക്ക് മാറ്റാനൊക്കൂ, സൊസൈറ്റി കാണുന്നതിന് നമുക്ക് മാറ്റാനൊക്കില്ല. ഒരു സ്വന്തം വ്യക്തി എന്നുള്ള നിലയിൽ എനിക്കുള്ള ദൗർബല്യങ്ങളും ബുദ്ധിമുട്ടുകളും ഞാൻ വേറൊരാൾക്ക് കൊടുക്കുന്ന ശുശ്രൂഷയെ ബാധിച്ചേ ഒക്കൂ. ബാധിക്കും, ഉറപ്പ്. ഞാൻ വെറും ഒരു മനുഷ്യനല്ലേ. എനിക്ക് എത്ര മണിക്കൂർ ഈ കമ്പാഷനേറ്റോടുകൂടി സെൽഫ്ലെസ്സായിട്ട് പ്രവർത്തിക്കാൻ പറ്റും? പരിമിതികളില്ലേ എനിക്കും. ഇതെനിക്ക് സംഭവിക്കുന്നുണ്ട്, എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം. ഞാൻ പറയുന്നത് ജോഷും ഇത് കേട്ടോണ്ടിരിക്കുന്ന ആളും മനസ്സിലാക്കേണ്ടത് നമ്മൾ പരിമിതികളുള്ള മനുഷ്യരാണ്. പെർഫെക്റ്റായിട്ട് കസിനിന് കെയർ കൊടുക്കാൻ ജോഷിന് സാധിക്കില്ല. ജോഷ് ഒരു മനുഷ്യനായതുകൊണ്ട് ഞാൻ സ്വയം പറഞ്ഞ് എന്നെ മനസ്സിലാക്കിയിട്ടുള്ളത്, ഞാൻ കുറ്റങ്ങളും കുറവുകളുമുള്ള ഒരു മനുഷ്യനാണ്. എനിക്കൊക്കുന്നതത്രയും ഞാൻ ചെയ്യാം. ബാക്കിക്ക് ഞാൻ സ്വയം മാപ്പ് കൊടുത്തേ പറ്റൂ. ബാക്കിയുള്ളവരതിനെ കുറ്റപ്പെടുത്തുന്നുണ്ടാവാം, അത് സ്വാഭാവികമാണ്. അവരുടെ അടുത്ത് ദേഷ്യം തോന്നുകയുമില്ല, അവർ കുറ്റപ്പെടുത്തുന്നു. എനിക്ക് എൻ്റെ ഭാഗം കേൾക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കാം. അല്ലാതെ ഞാൻ പോയി എല്ലാവരോടും എനിക്കിപ്പോൾ ഞാൻ നന്നായിട്ട് ശുശ്രൂഷ ചെയ്തിരുന്ന കുറേ പേര് എനിക്കിപ്പോൾ വയ്യ, എൻ്റെ കുടുംബത്തിലെ സിറ്റുവേഷൻ കാരണം എനിക്കിപ്പോൾ വയ്യ എന്ന് തോന്നിയാൽ ഞാൻ അവരെ ഉപേക്ഷിക്കുകയല്ല, അവരുടെ കെയർ വേറെ ആളിന് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. എനിക്കത് ചെയ്തേ പറ്റൂ. അപ്പോൾ ആ വ്യക്തി അതേസമയം എനിക്ക് മാപ്പ് തരണമെന്നില്ല. എന്നെ കൊണ്ട് ഉപേക്ഷിച്ചു, എന്നെ നടുക്കടലിലിട്ട് ഓടിപ്പോയി എന്ന് തോന്നിയേക്കാം. അവിടെ ആ വ്യക്തിക്ക് വേണ്ടി എന്തെങ്കിലും പിന്നെ ചെയ്യണമെങ്കിൽ ആ തോന്നലിൽ നിന്ന് അയാൾക്ക് കരകയറണമെങ്കിൽ ഞാൻ റോഷനയെ ഏൽപ്പിച്ചു ഈ കാര്യം. റോഷനയ്ക്ക് വല്ലതും ചെയ്യാനൊക്കും. എനിക്ക് മാപ്പ് കൊടുക്കേണ്ടത് ഞാൻ തന്നെയാണ്. ഞാൻ ജോഷിൻ്റെ കാര്യം പറയുന്നില്ല, ഞാൻ എൻ്റെ കാര്യം പറയാം. യെസ്, ഞാൻ എൻ്റെ കമ്പാഷൻ ഡിസർവ് ചെയ്യുന്നു. ഞാൻ ഇത്ര ചെയ്യാനൊക്കുന്നത് ചെയ്യുന്നു, ബാക്കി എനിക്ക് അത്രേ പറ്റുള്ളൂ എന്ന് തിരിച്ചറിയുകയും ബാക്കി ചെയ്യാത്തതിന് ഞാൻ സ്വയം മാപ്പ് കൊടുക്കുകയും ചെയ്തേ പറ്റും. പറഞ്ഞ ആ ഒരു രീതി കുറച്ച് റിലീഫാണ്. ഐ വിൽ ട്രൈ ടു പ്രാക്ടീസ് ഇറ്റ്. അപ്പോൾ രണ്ടാമതായിട്ട് ലൈഫിൽ ചോദിക്കണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്, നമ്മുടെ ഫാമിലിയിലൊക്കെ ഒരു ക്രിട്ടിക്കൽ ഡിസീസ് എപ്പോഴെങ്കിലും ഡയഗ്നോസ് ചെയ്യുന്നത്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാൻസർ അല്ലെങ്കിൽ ഒരു അൽസൈമേഴ്സ്, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഡിസീസ് നമ്മൾ വീട്ടിൽ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീടിൻ്റെ എൻവയോൺമെൻറ്റ് കംപ്ലീറ്റ്ലി മാറും. അതുവരെ ചിരിച്ച് കളിച്ച് ഇരുന്ന ഒരു എൻവയോൺമെൻറ്റ് മാറിയിട്ട് ഇനി അങ്ങോട്ട് ഒരു അനിശ്ചിതത്വത്തിലോട്ട് മാറ്റി കംപ്ലീറ്റായിട്ട് ആ എൻവയോൺമെൻറ്റ് തന്നെ മാറി
ഇരിക്കുന്ന ഒരവസ്ഥയാണ്. ആ സമയത്ത് അവരോട് തന്നെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും, ഗൂഗിൾ ചെയ്യാൻ തുടങ്ങും, മേ ബി അമ്മാവന്മാരെ വിളിക്കും, ആരെ വിളിക്കും ഒക്കെ വിളിച്ച് സജഷൻസ് ചോദിക്കാൻ തുടങ്ങും. അപ്പോൾ നോർമലി ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആരുടെയെങ്കിലും ലൈഫിൽ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ വാട്ട് ദേ ക്യാൻ ഡു, നോർമലി സൊസൈറ്റി പറയാത്ത അല്ലെ അവർ വാട്ട് ഷുഡ് ദേ ഡു എന്നുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിലെപ്പോഴും. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും ഇത് കുറച്ച് കൂടുതലായിരിക്കും. കാരണം മിക്കവാറും ഏത് രാജ്യത്തും ഒരു ഹെൽത്ത് കെയർ, ഒരു സ്റ്റാൻഡേർഡ് ആരോഗ്യ പരിരക്ഷണമുള്ള രാജ്യത്ത് ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ എൻ്റെ ആരോഗ്യകാര്യത്തിന് റെസ്പോൺസിബിളായിരിക്കും. ജനറൽ പ്രാക്ടീഷണറെന്നോ ഫാമിലി ഡോക്ടറെന്നോ ഒക്കെ പറയാറുള്ളവരാണ്. ഇതിപ്പോൾ ഒരുമാതിരി പരിഷ്കൃത രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ്. എങ്ങനെയോ ഇന്ത്യയിലെ ഹെൽത്ത് കെയർ ഡെവലപ്പ് ചെയ്ത് വന്നിടത്ത് ഈ സാധനമേ ഇല്ല. ഒരു ഫാമിലി ഡോക്ടർ അല്ലെങ്കിൽ അതുണ്ടായിരുന്നു പണ്ടൊരു കാലത്ത്, അഫോർഡ് ചെയ്യാനൊക്കുന്നവർക്കെങ്കിലും ഉണ്ടായിരുന്നു 2 തലമുറ മുമ്പ്. ഇപ്പോൾ തീരെയില്ല. ഇപ്പോൾ ഈ ജോഷ് പറഞ്ഞ പോലെ കുടുംബത്തിലൊരാൾക്ക് പെട്ടെന്ന് ഇത് ഒരു പ്രശ്നം വന്നു, മൂത്രനാളിയിലൊരു കല്ല്. എവിടെയാണ് പോകണ്ടേ? ആശുപത്രിയിൽ പോയി ഏത് സ്പെഷ്യലിസ്റ്റിനെ കാണണം? യൂറോളജിയോ നെഫ്രോളജിയോ? ഇതെന്താ രണ്ടും രണ്ട്? യൂറോളജിസ്റ്റിനെ കാണുമോ നെഫ്രോളജിസ്റ്റിനെ കാണണോ? ഇതാരാ തീരുമാനിക്കുന്നത്? നമ്മുടെ നാട്ടിൽ ഇത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ച് പോകും. ഇല്ലെങ്കിൽ ഒരു ഗൂഗിൾ ചെയ്യാൻ പറ്റാത്ത സാധാരണക്കാരൻ നേരെ ആശുപത്രിയിൽ ചെന്ന് ഇതാണ് പ്രശ്നം, ആരാന്ന് വെച്ചാൽ നോക്കുമെന്ന് പറയേണ്ടി വരും. അപ്പോൾ നോക്കുന്നത് ഒരു സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും. അവിടെ ഒരു കുഴപ്പമുണ്ട്. പലപ്പോഴും ആ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും പിന്നെ ആ ട്രീറ്റ്മെൻറ്റിൻ്റെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. അതെപ്പോഴും അപ്രോപ്രിയേറ്റ് ആവണം എന്നില്ല. മാത്രമല്ല ചിലപ്പോഴാണെങ്കിൽ ഒരു എൽഡറായിട്ട് പവറുള്ള, നമ്മുടെ ഫാമിലിയിൽ പവറുള്ള ഒരാളായിരിക്കും പറയണ ഇയാളെ പോയി കണ്ടാൽ മതി എല്ലാം മാറും എന്നും പറയാറുണ്ട്. പിന്നെ ഏറ്റവും ഉറക്കെ സംസാരിക്കാൻ പറ്റുന്ന, എക്സാക്ട്ലി, അത് പെട്ടെന്ന് പറയുകയാണ്, ഈ പരിപാടി നിർത്തിക്കോ, ഇവിടെ വെച്ച് പറ്റില്ല, ഇത് നമുക്ക് ബോംബെ പോകണം. അതെ. ഈ ഇദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ, സ്വന്തം ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരിക്കും. ബോംബെയിലെ ഒരു സൂപ്പർ താരം ഇയാളുടെ പ്രശ്നം കണ്ടുപിടിച്ച് പരിഹരിച്ച് അനുഭവം ഉണ്ടായിരിക്കും. പക്ഷേ അതെല്ലാവർക്കും എപ്പോഴും സംഭവിക്കുമെന്ന് വിചാരിക്കുന്നിടത്താണ് ഈ വ്യക്തിക്ക് പറ്റുന്ന തെറ്റ്. അപ്പോൾ ഇവിടെ ഒരു ഫാമിലി ഡോക്ടർ എന്നുള്ള കോൺസെപ്റ്റ് ആവശ്യമാണ്. ഫാമിലി മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നുണ്ട്. വലിയ ആശുപത്രികളൊക്കെ ഒരു ഫാമിലി മെഡിസിൻ ഡോക്ടറുണ്ട്. ആദ്യം പോകുന്നത് അവിടെയാണെങ്കിൽ അവർക്ക് വേണ്ട രീതിയിൽ ഗൈഡ് ചെയ്യാൻ പറ്റും. അതൊരു വളരെ പ്രധാനപ്പെട്ട സാധനമാണ്. അപ്പോൾ അതിലോട്ടാണ് നമ്മൾ എത്തേണ്ടതെന്നാണ് ഡോക്ടർ വിചാരിക്കുന്നത്. അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അവർ പലയിടത്തും വലിയ ആശുപത്രികളിൽ കുറച്ചുണ്ടാവും, പക്ഷെ ആവശ്യത്തിനില്ല എന്നുള്ള ഒരു സ്ഥിതിയുണ്ട്. അത് അത്യാവശ്യമാണ്. നമ്മുടെ കേരളത്തിലാണെങ്കിലും തിരുവനന്തപുരത്ത് തന്നെ വലിയ ആശുപത്രികളിൽ മിക്കവാറും അവർ പ്രോമിനൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ആയിരിക്കില്ല. നമുക്ക് ഫാമിലി ഡോക്ടറെ അന്വേഷിച്ച് പോയാലേ, ഫാമിലി മെഡിസിൻ അന്വേഷിച്ച് പോയാലേ കണ്ടെത്തിയുള്ളൂ എന്ന് വരും. ഡോക്ടർ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ ഒരു ബേബി തന്നെയാണ് പാലിയം ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണ്? ആർക്കൊക്കെ അതിനകത്ത് അപ്രോച്ച് ചെയ്യാൻ പറ്റും? ചികിത്സാ രീതി? പാലിയം ഇന്ത്യ ഒരു സന്നദ്ധ സംഘടനയാണ്. ഇന്ത്യയിൽ ഈ മേഖലയിൽ ഒരുപാട് സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിലൊന്ന് 23 വർഷം മുമ്പ് ഉണ്ടായ ഒരു സന്നദ്ധ സംഘടനയാണ്. അതിൻ്റെ ചികിത്സ സൗജന്യമാണ്. ഇത് എന്ന് വെച്ചാൽ നമ്മൾ അല്പം സാമ്പത്തികമായിട്ട് സഹായിക്കാൻ കഴിവുള്ളവർ അവരുടെ കഴിവിനൊപ്പിച്ച് സംഭാവന തരണമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതായത് പ്രൈവറ്റ് ആശുപത്രിയിലൊരു ബില്ലിൻ്റെ തുക തരണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. ചിലർ, അധികം പേരും, ഒരു 74% പേരുടെയും
ഒന്നും തരാൻ അവർക്ക് കഴിവില്ല. കഴിവില്ല. ഒരു 26% നമുക്ക് മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അഫ്ലുവൻ്റ് എന്ന് പറയുന്ന ക്ലാസ്സിൽ വരുന്നവർ. അവരോട് അപ്പോൾ ഇതിൻ്റെ ഫീസ് എങ്ങനെയാണ് ഡോക്ടർ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഞങ്ങൾക്ക് ഫീസില്ല. ഒരു സാധാരണഗതിയിൽ ഫീസായിട്ട് കൊടുക്കുന്ന തുക എത്രയാണെന്ന് വെച്ചാൽ അതിനേക്കാളും കുറച്ച് കൂടുതൽ ഇങ്ങ് തരൂ. ഞങ്ങൾ സൗജന്യമായിട്ടാണ് മുക്കാൽ ആൾക്കാർക്കും കൊടുക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇടയ്ക്ക് വിട്ടുപോയി. ഞാൻ ഡോക്ടറോട് സംസാരിക്കുന്നതിന് മുമ്പ് എനിക്ക് ഈ പാലിയേറ്റീവ് കെയറിനെ പറ്റി വലിയ ധാരണയില്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഈ പോഡ്കാസ്റ്റിന് വേണ്ടി റിസർച്ച് ചെയ്തപ്പോഴാണ് പാലിയേറ്റീവ് കെയർ എന്താണെന്നും അതിൻ്റെ ഡെപ്ത് എന്താണെന്നും അതിൻ്റെ മാനേജ്മെൻറ്റ് എന്താണെന്നും ഒക്കെ മനസ്സിലായത്. എന്നെ സംബന്ധിച്ച് നേരത്തെ ഞാൻ ആലോചിച്ചത് ഓക്കെ, മരണത്തോടടുക്കും അല്ലെ സീരിയസ് ആയിട്ടുള്ളൊരു ക്യാൻസർ പേഷ്യൻറ്റിന് കൊടുക്കുന്ന ഒരു കാര്യമാണ് ഈ പാലിയേറ്റീവ് കെയർ, അല്ലെങ്കിൽ ഒബ്വിയസ്ലി ദിസ് ഈസ് എ ഗിവിങ് അപ്പ് ഓഫ് തിങ്സ്. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ പാലിയേറ്റീവ് കെയറിനെ കണ്ടത്. അപ്പോൾ ഡോക്ടറിന് ഇത്രയും വർഷത്തായി യു ആർ എ ഫാദർ ഓഫ് പാലിയേറ്റീവ് കെയർ ഇൻ ഇന്ത്യ. അപ്പോൾ ഇതിനൊന്ന് വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഞാൻ പാലിയം ഇന്ത്യയെ പറ്റി സംസാരിക്കാമെന്ന് വിചാരിക്കും. ആദ്യം ഒറ്റ വാചകം പറഞ്ഞോട്ടെ, ഈ ഫാദർ ഓഫ് പാലിയേറ്റീവ് കെയർ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ആൾ ഞാനല്ല കേട്ടോ. എന്നുവെച്ചാൽ ഞാൻ പാലിയേറ്റീവ് കെയർ എന്നുള്ള വാക്ക് കേൾക്കുന്നതിന് മുമ്പ് മുംബൈയിലുള്ള ഒരു ഡോക്ടർ ലുസിറ്റോ ഡിസൂസ, അദ്ദേഹം മുംബൈയിൽ ശാന്തി അവേദന സദൻ എന്നൊരു ഹോസ്പൈസ് കെട്ടിയിട്ടുണ്ട്. അദ്ദേഹമാണ് ഇവിടെ ആദ്യം ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. ഓക്കെ. പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ ആരോഗ്യ സംബന്ധമായ ദുരിതം ആകുന്നിടത്തോളം ഇല്ലാതാക്കി രോഗിയുടെയും കുടുംബത്തിൻ്റെയും ജീവിതത്തിൻ്റെ സൗഖ്യം, ക്വാളിറ്റി ഓഫ് ലൈഫ് ഒക്കുന്നത്രയും മെച്ചപ്പെടുത്തുകയാണ് പാലിയേറ്റീവ് കെയർ. ഞാൻ ഒന്നുകൂടെ പറയട്ടെ. പറഞ്ഞു. ആരോഗ്യ സംബന്ധമായ ദുരിതം, ഓക്കെ, വേദനയാവാം, ശ്വാസമുട്ടാവാം, സഫറിങ്, വ്രണങ്ങളാവാം. സഫറിങ് എന്ന് പറയുമ്പം ശാരീരികം മാത്രമല്ല, മാനസികം, സാമൂഹ്യം, ആത്മീയം. സാമൂഹ്യം എന്ന് പറഞ്ഞതിൽ സാമ്പത്തികം വലിയൊരു റോള് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി ആകുന്നിടത്തോളം ഇല്ലായ്മ ചെയ്ത് ജീവിതത്തിൻ്റെ സൗഖ്യം രോഗിക്കും കുടുംബാംഗത്തിനും, ഓക്കെ, അത് വളരെ പ്രധാനമാണ്, ആകുന്നത് മെച്ചപ്പെടുത്തുകയാണ് പാലിയേറ്റീവ് കെയറിൻ്റെ ലക്ഷ്യം. എത്രത്തോളം മെച്ചപ്പെടുത്തുമെന്ന് ചോദിച്ചാൽ ആ വ്യക്തിയുടെ ഫുൾ പൊട്ടൻഷ്യലിൽ ഡെവലപ്പ് ചെയ്യാൻ ഒക്കുന്നിടത്തോളം. ഓക്കെ. ഞാനത് എടുത്തു പറയാൻ കാര്യം, ഈ തീരെ നമ്മൾ കാണാത്ത കുറേ ആളുകളുണ്ട്. ഈ രോഗിയുടെ വീട്ടിലെ കുട്ടികൾ, കുടുംബാംഗങ്ങളെയും കാണാൻ വിസമ്മതിക്കും നമ്മൾ. ഇത് ഇങ്ങനെ കൊടുക്കണം കേട്ടോ ഈ മരുന്ന് എന്ന് പറയുന്നതിനപ്പുറം ആ വ്യക്തിക്ക് എത്രത്തോളം സഫറിങ് ഉണ്ടെന്ന് സാധാരണ ആരും അന്വേഷിക്കാറില്ല. ഇടയ്ക്ക് കുറച്ച് കൂട്ടിയെന്നും ഇരിക്കും. ഇത് രോഗിയുള്ള വീടല്ലേ, ഇച്ചിരി വൃത്തിയായിട്ടൊക്കെ ഇടണ്ടേ എന്നൊരു വാചകം കൂടെ കിട്ടിയാൽ ആ വ്യക്തി തകർന്നു പോകും. കുട്ടികളെ പക്ഷേ നമ്മൾ തീരെ കാണുന്നില്ല. ഒരു 6 വയസ്സ് വരെ കുട്ടിക്ക് മരണമെന്ന് വെച്ചാൽ പെർമനൻ്റ് ആണെന്ന് മനസ്സിലാവില്ല. അച്ഛനോ അമ്മയോ മരിച്ചു എന്ന് വെച്ചാൽ ഇനി എന്ന് വരും എന്ന് ചോദിക്കാനേ കുട്ടിക്ക് അറിയൂ. അവിടെയൊക്കെ അത് കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം രീതി ഡെവലപ്പ് ചെയ്തു വരുന്ന സമയമാണ്. ആ സമയത്ത് മനസ്സിന് തട്ടുന്ന ട്രോമ ഭയങ്കരമായിരിക്കും. പിന്നീടോ അഡോളസൻസ്, അത് കഴിഞ്ഞ് ഒരു കാലത്ത് കഴിഞ്ഞു വന്നവരാണല്ലോ നമ്മൾ രണ്ടുപേരും, 2 തലമുറ മുമ്പ് ഞാനും ഇപ്പോൾ നിങ്ങളും. ഈ സമയത്ത് നമ്മൾ ഒരു വ്യക്തി എന്നുള്ളതിൽ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഒരു കണക്കിന് ലോകത്തിനോട് മുഴുവൻ ഫൈറ്റ് ചെയ്യേണ്ടി വരുന്ന സമയമാണ്. അതെ, അതിൻ്റെ കൂടെയാണ് ഇങ്ങനെ ഒരു കാര്യവും കൂടെ, വളരെ തകർന്നു പോകും. അപ്പോൾ ഈ കുട്ടികളെ അവരുടെ മാനസിക സമ്മർദ്ദം കുറച്ചാൽ മാത്രം മതിയോ? എത്ര പേര് സ്കൂളിങ് അവിടെ നിൽക്കും? മെയ് മാസത്തിൽ മറ്റേ സ്കൂൾ ബാഗും പുസ്തകവും കൊടയും വാങ്ങാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് നീ സ്കൂളിൽ പോകണ്ട, നീ വർക്ക്ഷോപ്പിൽ പോകും, ഞാൻ ഇന്നയാളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് പഠിത്തം നിർത്തുന്ന കുട്ടികൾ ഒരുപാട്. വീട്ടിൽ ഈ പ്രശ്നമെല്ലാം നടക്കുമ്പോൾ ടീച്ചർ വിളിക്കുകയാണ്, മോൻ ഈയിടെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ, ഇന്ന് അവൻ വേറൊരു കൂടെ ഇരിക്കുന്ന ഒരു കുട്ടിയെ പെൻസിൽ വെച്ച് കുത്തി, അവനെ ഒന്ന് ഉപദേശിക്കണം
എന്നായിരിക്കും ടീച്ചർ വിളിച്ച് പറയുന്നത്. ഇവൻ്റെ ഉള്ളിലുള്ള രോഗിയുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ ചിലപ്പോഴെങ്കിലും ഒരു കൗൺസിലറുടെ അടുത്ത് സംസാരിക്കാൻ അവസരം കിട്ടിയെന്ന് വരും. സാധാരണ ഇല്ല. കുട്ടിക്കൊന്നുമില്ലല്ലോ. അവൻ്റെ പെരുമാറ്റത്തിൽ കൂടെ അവൻ വിഷമങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ ഞങ്ങൾ പാലിയേറ്റീവ് ഇന്ത്യയിൽ ഒരു 300ഓളം കുട്ടികളുടെ വിദ്യാഭ്യാസം നോക്കുന്നുണ്ട്. രോഗിയുടെ ചികിത്സ മാത്രമല്ലെന്ന് ഞാൻ പറഞ്ഞത്. രോഗിയുടെ കുടുംബാംഗങ്ങളെന്ന് പറയുമ്പോൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ കുട്ടികളുടെയും വിദ്യാഭ്യാസം നമ്മൾ അവിടെ, നമ്മളെന്ന് പറഞ്ഞാൽ ആര്, നിങ്ങൾ പൊതുജനം ടേക്ക് ഓവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവർ ഒരു കുട്ടിയെ 8ാം ക്ലാസ്സിൽ നമ്മൾ പഠനത്തിൻ്റെ ചിലവ് നോക്കി തുടങ്ങിയാൽ ആ കുട്ടിയുടെ പഠനം കഴിയുന്നത് വരെ, അതെന്തായാലും MBBS കഴിഞ്ഞ ഡോക്ടറായാലും നഴ്സിംഗ് കഴിഞ്ഞ എത്രയോ പേരും അങ്ങനെ എൻജിനീയറിങ്, പോളിടെക്നിക്ക് എല്ലാം പഠിച്ച ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആ വിദ്യാഭ്യാസം കഴിയുന്നത് വരെ അവരുടെ സപ്പോർട്ട് കൊടുക്കുകയാണ്. ആരാ ചെയ്യുന്നത്? നമ്മുടെ വോളണ്ടിയേഴ്സ്. ആരാണ് ചിലവാക്കുന്നത്? നിങ്ങളൊക്കെ സാധാരണ മനുഷ്യർ. അപ്പോൾ ഇതെല്ലാം പാലിയേറ്റീവ് കെയറിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമുക്ക് നീ നേരെ ആ പാലിയേറ്റീവ് ഇന്ത്യയെ പറ്റി സംസാരിക്കാം. അപ്പോൾ പറഞ്ഞല്ലോ, സന്നദ്ധ സംഘടനയാണ്. അതിൻ്റെ പ്രവർത്തനം പാൻ ഇന്ത്യയാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് മാത്രമേ നേരിട്ട് രോഗികൾക്ക് ശുശ്രൂഷ കൊടുക്കുന്നുള്ളൂ. നമ്മളുടെ പ്രവർത്തനം ഞങ്ങൾ DEF എന്നാണ് പറയുന്നത്, ഡെമോൺസ്ട്രേറ്റ്, എഡ്യൂക്കേറ്റ്, ഫെസിലിറ്റേറ്റ്. തിരുവനന്തപുരത്ത് കെയർ കൊടുക്കുന്നു. ഇതിൻ്റെ എല്ലാ ആസ്പെക്റ്റും, ഈ കുട്ടികളുടെ ശുശ്രൂഷ വരെ അത് കാണിക്കുന്നു ഡെമോൺസ്ട്രേഷനായി. ഈ വിഷയത്തിനെ പറ്റി ഇന്ത്യയിലൊക്കെ ഒട്ടാകെയുള്ള പ്രൊഫഷണൽസിനും സാധാരണക്കാർക്കും വേണ്ടി കോഴ്സസ് നടത്തുന്നു. അത് ചിലത് ഫിസിക്കലായിട്ട് ഇവിടെ വെച്ച് നടത്തുന്നുണ്ട്, കുറേ അധികം ഓൺലൈനാണ്. ഇവിടുന്ന് അവിടെ നേപ്പാളിലുള്ള ഇന്ത്യക്ക് പുറത്താണെന്ന് വെച്ചു ആളും വരും. പക്ഷേ ഇന്ത്യയുടെ വിദൂര ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളും ചുരുക്കം ചിലർക്ക് നേരിട്ട് വരാനൊക്കെ, അല്ലാത്തവരൊക്കെ ഓൺലൈൻ പഠനം തന്നെയാണോ ക്ലാസ് സെഷൻ എടുക്കുന്നത്? അയ്യോ, കോഴ്സുകൾ ഒരുപാടെണ്ണം ഉണ്ട്, എത്രയോ പേരാണ്. അതിന് എഡ്യൂക്കേഷൻ ഡിവിഷൻ നടത്തുന്ന ഒരു 10 പേരോളം ഉണ്ട്. ടെക്നിക്കൽ ആസ്പെക്റ്റും പഠനവും. പിന്നെ പഠിപ്പിക്കുന്ന ഒരുപാട് പേര് പുറത്തുള്ളവരാണ് ഓൺലൈൻ കോഴ്സുകൾക്ക്. ഇത് ഒരു വലിയ ടാസ്ക്കാണ്. ഒരു വ്യക്തിക്കല്ല, 10 പേര് ചേർന്നാലും തീരില്ല. 10 പേര് കോർഡിനേഷൻ്റെ റോളിൽ നിൽക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളും ആയിക്കോട്ടെ, ഞാനായിക്കോട്ടെ, ഇതിന് എനിക്ക് തോന്നുന്നു ഞാൻ സംസാരിച്ചപ്പോൾ ഇറ്റ് ടേക്സ് അറൗണ്ട് 12 CR ഇയർ എന്ന് തോന്നുന്നു, 12 കോടിയാണെന്ന് തോന്നുന്നു നമ്മുടെ ഒരു വർഷത്തെ പാലിയേറ്റീവ് ഇന്ത്യയുടെ എക്സ്പെൻസ് ആയിട്ട് വരും. അപ്പോൾ എങ്ങനെയാണ് ആസ് എ കോമൺ മാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്കും ഇതൊന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നു? ഞാൻ നേരത്തെ ഉള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ കംപ്ലീറ്റ് ചെയ്തില്ല, തിരിച്ചിതിലേക്ക് വരേണ്ടി വരും. ഡെമോൺസ്ട്രേറ്റ്, എഡ്യൂക്കേറ്റ്, മൂന്നാമത്തെ ഭാഗം ഫെസിലിറ്റേറ്റ് ആണ്. നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പോളിസികളെയും നിയമനിർമ്മാണത്തിനെയും ആകുന്നിടത്തോളം വേണ്ട വ്യത്യാസങ്ങൾ കൊണ്ടുവരണം. സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ, ഇന്ത്യയിൽ ഹെൽത്ത് കെയർ സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. 29 സ്റ്റേറ്റിനും മറ്റേ യൂണിയൻ ടെറിട്ടറീസിനും ഒക്കെ പ്രത്യേക ആരോഗ്യ പരിപാലനമാണ്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിൽ കുറേയധികം നാഷണൽ ഹെൽത്ത് മിഷനുമായിട്ട് ചേർന്നിട്ട്, യൂണിവേഴ്സിറ്റീസുമായിട്ട് ചേർന്നിട്ട് ഒക്കെയുള്ള പ്രവർത്തനമുണ്ട്. ഇതിന് ഒരു ടീമുണ്ട്. ഇപ്പോൾ തമിഴ്നാടും കേരളവും കർണാടകയും ലക്ഷദ്വീപും ചേർന്ന് നോക്കാൻ ഒരാൾ. ഇതൊക്കെ ഇനി എത്രയോ വളരാനിരിക്കുന്നു. അപ്പോൾ ഇവരുടെ ജോലി ഈ സ്ഥലങ്ങളിലൊക്കെ ആരോഗ്യ വകുപ്പുമായിട്ടും മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പുമായിട്ടും ആശുപത്രികളുമായിട്ടും വ്യക്തികളുമായിട്ടും ഒക്കെ ഇടപഴകി
പാലിയേറ്റീവ് കെയറിനെ ഡെവലപ്പ് ചെയ്യാൻ അവരെ സഹായിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഡെമോൺസ്ട്രേറ്റ്, എഡ്യൂക്കേറ്റ്, ഫെസിലിറ്റേറ്റ് എന്ന് പറഞ്ഞത് അതാണ്. 12 കോടി ഏതാണ്ട് 15 കോടിയിലേക്ക് പോകുന്നുണ്ട് ഇപ്പോൾ. ഇതെവിടുന്നാ അതെ. എന്ന് ചോദിച്ചാൽ ഏതാണ്ട് പരിപൂർണമായിട്ടും ചെലവ് നോക്കുന്നത് നമ്മുടെ സമൂഹമാണ്. ഓക്കെ. ഒരുപാട് വ്യക്തികൾ ഉണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒട്ടും ധനികയല്ലാത്ത ഒരു റിട്ടയർഡ് ടീച്ചറും കുടുംബവും മാസം തോറും ഒരു 2000 രൂപ അവരുടെ പെൻഷനിൽ നിന്നും മറ്റു വരുമാനത്തിൽ നിന്നൊക്കെ മിച്ചം വെച്ച് തരും. ഇതുപോലെയുള്ള ഒരു മനസ്സാക്ഷിയും ഒരുപാട് ഹൃദയവിശാലതയുമുള്ള ഒരുപാട് മനുഷ്യർ നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് മാത്രമായില്ല, ഇപ്പോൾ അത് ഇവിടുത്തെ ജോലികൾക്ക് ഇവിടെ ഉള്ളത് നമ്മുടെ വർക്ക് വിസിബിൾ ആകുമ്പോൾ അങ്ങനെ ആളുകൾ കൂടുതൽ സഹായിക്കുന്നു. അതുമാത്രമല്ല, ഫൗണ്ടേഷൻസ് ഉണ്ട്. ഈ അസീം പ്രേംജി ഫൗണ്ടേഷൻ, ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ, അങ്ങനെയുള്ള ഫൗണ്ടേഷൻസും ചാരിറ്റീസും കുറേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ കോർപ്പറേറ്റ് കമ്പനീസിന് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ള പരിപാടിയാണ് CSR. അതിൽ കൂടെ ഞങ്ങൾ ആവശ്യത്തിന് അങ്ങോട്ട് ശ്രദ്ധ കൊടുത്തിട്ടില്ലെങ്കിലും കൂടുതൽ അവിടുന്ന് സഹായം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നടന്നു പോകുന്നത്. ഈ പ്രവർത്തനം ഇത്രയും കാലം നടത്തിയിട്ട് അടുത്ത മാസത്തേക്ക് സ്റ്റാഫിന് ശമ്പളം കൊടുക്കാൻ പൈസയില്ലെന്നോ രോഗിക്ക് മരുന്നിന് പൈസയില്ലെന്നോ ഒരവസ്ഥ ഒരു പ്രാവശ്യം പോലും ഉണ്ടായിട്ടില്ല. ഗ്രേസ്. അപ്പോൾ നമ്മൾ ന്യൂസിലും പത്രത്തിലുമൊക്കെ വായിക്കുന്ന പോലെ ഒന്നും അത്ര മോശമല്ല. വി ഹാവ് ഹോപ്പ് എന്നുള്ള നല്ല കുറേ മനുഷ്യരുടെ ഹൃദയം ഇല്ലെങ്കിൽ ലോകം ഇതുപോലൊക്കെ നിൽക്കുമോ? പക്ഷേ മനുഷ്യന് തിന്മ കാണാനാണ് കൂടുതൽ കഴിവുള്ളത്. ഇത്ര മനുഷ്യർ സഹായിക്കുന്നു എന്നുള്ളത് ഒരു ആർട്ടിക്കിളായിട്ട് അടിച്ചു വന്നാൽ എത്ര പേർ അപ്പീൽ ചെയ്യും. അതേസമയം ഒരു കത്തിക്കുത്തോ ഒരു ബലാത്സംഗമാണെങ്കിൽ കുറച്ചുകൂടെ താല്പര്യമുണ്ട്, അഴിമതി താല്പര്യമുണ്ട്. അത് നമ്മളുടെ മീഡിയ അത് ഫ്രണ്ട് പേജിൽ വെക്കുന്നു. മീഡിയ തന്നെ അത് ഫ്രണ്ട് പേജിൽ വെക്കുന്നത് നമുക്കത് വായിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ടാണെന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടാണോ, അതോ ക്യാൻ ദേ ഡു എ റെസ്പോൺസിബിൾ ചേഞ്ച് മീഡിയയ്ക്ക് തന്നെ? തീർച്ചയായിട്ടും അല്ല. ഇതിൽ 2 ഭാഗമുണ്ട്. ഞാൻ 2 വശവും പറയാം. മനുഷ്യൻ ഡെവലപ്മെൻ്റലി നമ്മുടെ ഏർലി മാൻ കാട്ടിൽ കൂടെ അവൻ്റെ മറ്റേ ഇപ്പോഴത്തെ വെപ്പൺസൊന്നും ഇല്ലല്ലോ, അവൻ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് അങ്ങനെ നടന്നാൽ ഏതെങ്കിലും പുലി പിടിച്ച് തിന്നും. അയാൾക്ക് ഡേഞ്ചർ കാണാൻ സാധിക്കണം. അങ്ങനെയാണ് മനുഷ്യനെ കണ്ടീഷൻ ചെയ്തിരിക്കുന്നത്. സാധാരണ ബിസിനസ് മാനേജ്മെൻ്റ് ഒരു പറയുന്നത് നമുക്ക് തിന്മ കാണാൻ നന്മ കാണുന്നതിൻ്റെ ഇരട്ടി കഴിവുണ്ടെന്നാണ്. അപ്പോൾ ഇത് ഒരു മനുഷ്യ സ്വഭാവമാണെന്നുള്ളതൊന്ന്. അതനുസരിച്ച് സെൻസേഷൻ ഇങ്ങോട്ട് നമുക്ക് സപ്ലൈ ചെയ്യാൻ ഇത് റെഡിയായിട്ട് നിൽക്കുന്നു മീഡിയ. അതേസമയം ഇപ്പോൾ ബെറ്റർ ഇന്ത്യ പോലെ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന മീഡിയയും ഉണ്ട്, സർവൈവ് ചെയ്യുന്നുണ്ട്. അവർ ത്രൈവ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ, പക്ഷെ അതും ചെയ്യാമല്ലോ, ഈ വീഡിയോ ചെയ്യുന്നത് പോലെ. പൊതുജനങ്ങളിൽ നിന്നുള്ള ഹെൽപ്പ് കൊണ്ടാണ് നടക്കുന്നത്, അവരുടെ സപ്പോർട്ടാണ്, അവരാണ് നടത്തുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഒരുപാട് പേർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്യാം, വല്ലതും ചെയ്യണം എന്ന് പറഞ്ഞ് പോസ്റ്റ്പോൺ ചെയ്യുന്നതാണ് കൂടുതൽ. അതും മനുഷ്യ സഹജമായ ഒരു പ്രകൃതമാണ്. പിന്നെ ആവട്ടെ, അവിടെ അർജൻസി ഒന്നുമില്ലല്ലോ എന്ന് വിചാരിച്ച് പോകുന്നവരും ധാരാളമുണ്ട്. പിന്നെ സമ്പത്ത് മാത്രമല്ല, നമ്മുടെ പ്രവർത്തനങ്ങളിൽ രോഗികൾക്ക് ശുശ്രൂഷ കൊടുക്കുന്നതുൾപ്പെടെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് സന്നദ്ധ പ്രവർത്തകരാണ്. അതായത് വീട്ടിൽ ചുമ്മാ ഇരുന്നൂടെ, സീരിയൽ കണ്ടുകൊണ്ടിരുന്നൂടെ, അല്ലാതെ രാവിലെ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ആരോഗ്യ പ്രവർത്തനം പഠിക്കാൻ അവസരം കിട്ടിയ എന്നെപ്പോലുള്ളവരല്ലാതെ
വേറൊരു സ്ട്രീമിലേക്ക് പോയവർ, ഉള്ളിൽ എത്രയോ നന്മയുള്ളവർ, ഞങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് ആലോചിച്ച് നടക്കുന്നവരുണ്ട്. അവരെ വെൽക്കം ചെയ്ത് ആവശ്യത്തിന് സന്നദ്ധ പ്രവർത്തനത്തിന് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ കൊണ്ടുവരുന്നത് സമ്പത്ത് മാത്രമാണെന്ന് കരുതണ്ട. ഈ പറഞ്ഞ 15 കോടി മാത്രമല്ല, അവിടെ ആ മനുഷ്യർ അവരുടെ ഹൃദയവും മനസ്സും എല്ലാം ഇതിനു വേണ്ടി തന്ന് ബാക്കിയുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, ഇഫ് യു ഹാവ് എ ബിഗർ ഹാർട്ട് വി നീഡ് യു, ഇഫ് യു ഹാവ് എ ബിഗർ ഹാൻഡ് വി നീഡ് യു, ഇഫ് യു ഹാവ് എ ബിഗ് പോക്കറ്റ് ഓൾസോ വി നീഡ് യു എന്നുള്ള. ഈ പോക്കറ്റ് വളരെ പ്രധാനമാണ്. അതെ അതെ. അപ്പോൾ ഞാൻ അന്ന് ഡോക്ടറെ കാണാൻ വന്നപ്പോൾ അവിടെ ഒരു 8th ക്ലാസ് പഠിച്ച വെക്കേഷൻ സമയത്ത് പാലിയം ഇന്ത്യയിൽ വോളണ്ടിയർ ചെയ്യാൻ ആഗ്രഹത്തോടെ വന്നൊരു കുഞ്ഞ്, എന്നെ സംബന്ധിച്ച് വളരെ ചെറുപ്പമായിട്ടുള്ളൊരു മനുഷ്യൻ, ഒരു കുഞ്ഞ് ചെക്കൻ എന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ നമ്മളുടെ പാലിയം ഇന്ത്യ, ഇപ്പോൾ ആളുകൾ കുറച്ചും കൂടെ എഡ്യൂക്കേറ്റഡ് ആണല്ലോ, ദേ ആർ ഹാവിങ് മോർ തോട്ട് ഓർ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് എ സൊസൈറ്റി എന്നെനിക്ക് അവിടെ കാണാൻ സാധിച്ചു. അങ്ങനെ കുറേ പേര് വരാറുണ്ടോ? അങ്ങനെ ഒരുപാട് പേരുണ്ട് സമൂഹത്തിൽ. ഇയാൾ വന്നു, കുറേ പേര് ഒന്നിച്ച് വരും. തനിച്ച് എനിക്കിത് ചെയ്യണമെന്ന് പറഞ്ഞ് വരുന്ന ആ കുട്ടി എക്സെപ്ഷനല്ല. അതെ. അതേസമയം ഈ നാഷണൽ സർവീസ് സ്കീമുണ്ട് സ്കൂളുകളിൽ, എത്രയോ കുട്ടികൾ അതിൻ്റെ ഭാഗമാകുന്നു. അവിടെ വന്നപ്പോൾ ഇപ്പോൾ കണ്ടോ ഒരു ഈ MSW കോഴ്സിന് പഠിക്കുന്ന 15 പേര് ഇപ്പോൾ അവരുടെ ഇൻറ്റേൺഷിപ്പ് ചെയ്യാമെന്നും പറഞ്ഞ് ബില്ലിങ്ങായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് പോരാന്ന് എനിക്ക് തോന്നുന്നത്, സ്കൂളുകളും കോളേജുകളും വഴി ഇതുപോലെ ഉള്ളിൽ നന്മയുള്ള ആത്മാർത്ഥതയുള്ള കുട്ടികളെ കൂടുതൽ ഇതിൽ എൻഗേജ് ചെയ്യാൻ പറ്റും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ബെനിഫിറ്റ് ഉള്ളതാണ്. രോഗികൾക്ക് പ്രയോജനം കിട്ടുമെന്നുള്ളത് മാത്രമല്ല, ഇവരുടെ ജീവിതത്തിൽ ജോഷി തിരിഞ്ഞൊന്ന് നോക്കിയേ, ആ 16 മുതൽ 10-20 വയസ്സ് വരെയുള്ള സമയത്ത് എന്തിലും ചെയ്യാൻ, എന്ത് വേണേലും ചെയ്യാമെന്നുള്ള ആത്മാർത്ഥത പിന്നീട് നമ്മുടെ ജീവിതത്തിൽ അത്രയും കണ്ടുവെന്ന് വരില്ല. കാരണം ഒരുപാട് സെൽഫിഷ് കാര്യങ്ങൾ നമുക്കവിടെ ചെയ്യാനുണ്ടാകുന്നു. ആ സമയത്ത് കുട്ടികളിൽ കുറേ അധികം പേര് ഒന്നിലും വിശ്വാസമില്ലാത്തവരായി പോകുന്നില്ലേ ഇപ്പോൾ? അതെ. ഇതിലൊന്നും കാര്യമില്ല. അവർക്ക് ഒരു വേദനിക്കുന്ന ഒരു രോഗി കൈ പിടിച്ച്, മോനെ നീ ദൈവമാണോ എന്ന് ചോദിക്കുന്നു, നീ വന്നതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു എന്ന് വിചാരിക്കുക. പാലിയേറ്റീവ് കെയറിലുള്ള ആരോഗ്യ പ്രവർത്തകർ ഇതിന് ഫെമിലിയറാണ്, പക്ഷേ സാധാരണ മനുഷ്യരെ മതി. അപ്പോൾ അതൊക്കെ വളരെ ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള അനുഭവങ്ങളായിരിക്കും. അവരുടെ ജീവിതത്തിൻ്റെ ഡയറക്ഷൻ തന്നെ മാറിപ്പോകും. മനുഷ്യത്വത്തിലുള്ള വിശ്വാസവും ഒക്കെ ഡെവലപ്പ് ചെയ്യാനൊക്കുന്ന കാര്യമാവും. ഇതിൽ ഹാൻഡിക്യാപ്പ് വരുന്നത് നമ്മുടെ വിദ്യാഭ്യാസം പലപ്പോഴും കോമ്പറ്റേറ്റീവ് ആകുന്നു. അവന് വോളണ്ടിയർ ചെയ്യണം, പോയിരുന്ന് പഠിയടാ എന്ന് പറയുന്നവരായിരിക്കും ഒരുപാട്. അധ്യാപകരും ഉണ്ടാവും, കൂടുതൽ പേരൻസും ഉണ്ടാവും. അപ്പോൾ കുട്ടിയുടെ ഭാവിയിലെ വിജയം എന്ന് വെച്ചാൽ ഫുൾ A+ എന്നുള്ളത് മാത്രമല്ലെന്നും, അവരുടെ അക്കാഡമിക് അച്ചീവ്മെൻറ്റ് മാത്രമല്ലെന്നും, മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യ സ്ത്രീ എന്നുള്ള രീതിയിൽ അവരെ ഡെവലപ്പ് ചെയ്യുന്നത് ബാക്കിയുള്ളവരുമായിട്ട് ബന്ധമാണ് ഏറ്റവും വലിയ ജീവിത വിജയത്തിൻ്റെ അടിത്തറ എന്നുള്ളതും തിരിച്ചറിയുന്നവരാണെങ്കിൽ ഇതിനൊക്കെ ഒന്ന് എൻകറേജ് ചെയ്യും. അതെ. ഇപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ പാലിയേറ്റീവ് കെയറിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫിസിക്കലി ഒരുപാട് പെയിനിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ പേഷ്യൻസ് എന്ന് വിളിക്കുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ മെൻ്റലി ഡോക്ടർ പറഞ്ഞ പോലെ അവരുടെ ഫാമിലി മെമ്പേഴ്സ്, കുട്ടികളായിക്കോട്ടെ. അപ്പോൾ നോർമലി അവിടെ ആ പേഷ്യൻറ്റിൻ്റെ കൂടെ നിൽക്കുന്ന ആളെ എല്ലാവരും ബൈസ്റ്റാൻഡർ എന്നാണ് വിളിക്കാറ്. പക്ഷേ പാലിയേറ്റീവ് ഇന്ത്യയിൽ ബൈസ്റ്റാൻഡർ എന്ന് വിളിച്ച് കേട്ടിട്ടില്ല. പക്ഷേ എനിക്കതിൻ്റെ ഒരു ഡെപ്ത്ത് അങ്ങനെ കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. അത് അത്ര മാറ്റർ ആണോ നമ്മളവരെ ബൈസ്റ്റാൻഡർ എന്ന് വിളിക്കണ്ട എന്നുള്ളത്? ഇതേ ഒരു കഥ പറയട്ടെ. ആഷ്ലയെ പരിചയപ്പെട്ടല്ലോ. അതെ. അവിടെ ഞങ്ങളുടെ പാലിയേറ്റീവ് ഇന്ത്യയിലെ 11 ട്രസ്റ്റീസിൽ ഒരാളാണ്. ഒരു സോഫ്റ്റ്വെയർ പ്രൊഫഷണലായിരുന്നു. ട്രെയിൻ ആക്സിഡൻറ്റിൽ കഴുത്തിലെ നട്ടെല്ല്
പൊട്ടി, കൈക്കും കാലിനും സ്വാധീനമില്ലാത്ത വ്യക്തിയാണ്. അയാൾ ആദ്യത്തെ 4 വർഷം എത്രയോ ആശുപത്രികളിൽ സ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ അടുത്ത് എത്തുന്നത്. ഓക്കെ. ആഷ്ലയുടെ ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ മുതൽ ശുശ്രൂഷക അമ്മയാണ്. അവരുടെ അനുഭവത്തിൽ ആദ്യമായിട്ട് അവരുടെ പേരെന്താണെന്ന് ചോദിക്കുന്നത് ഈ 4 വർഷത്തെ ആശുപത്രി വാസത്തിന് ശേഷം വാല്യൂ ഇന്ത്യയിൽ ആയിരുന്നു. അന്നും ഒരു ഐഡൻറ്റിറ്റി ഇല്ല. മറ്റേ റൂം നമ്പർ 7 പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡർ, ക്വാഡ്രിപ്ലിജിക് പേഷ്യൻറ്റിന് ഐഡൻറ്റിറ്റി ഇല്ല. ആ ബൈസ്റ്റാൻഡർ ക്രൂരമായ വാക്കല്ലേ. അവർ നിൽക്കുകയല്ലേ എപ്പോഴും. അവർക്ക് ഇരിക്കാൻ പെർമിഷൻ ഇല്ലല്ലോ, അവർക്ക് വികാരങ്ങൾക്ക് പെർമിഷൻ ഇല്ലല്ലോ. എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തിരിക്കണ്ടേ. മരുന്ന് ഈ രീതിയിൽ കൊടുക്കുക, ഈ രീതിയിൽ ഡ്രസ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം പറഞ്ഞത് മുഴുവൻ കേട്ട് മനസ്സിലാക്കി തെറ്റില്ലാതെ നിൽക്കാൻ ഇരിക്കാനോ അവകാശമില്ലാത്ത ബൈസ്റ്റാൻഡറാണ്. അതൊരു ക്രൂരമായ ഡീപേഴ്സണലൈസിങ്, ഇൻഹ്യൂമെയിൻ ഒരു പേരും അത് അതിൻ്റെ കൂടെ വരും. ബിഹേവിയർ അങ്ങനെ ആവണം എന്നുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡറുടെ ബിഹേവിയർ. അപ്പോൾ ഒരു വ്യക്തിയാണ്, രോഗിയോടൊപ്പം സഫർ ചെയ്യുന്ന വ്യക്തിയാണ്, ചിലപ്പോൾ രോഗിയെക്കാളും സഫർ ചെയ്യുന്ന വ്യക്തിയുമാണ്. അതെ അതെ. അപ്പോൾ അവർക്കും കൂടെയുള്ളതാണ് പാലിയേറ്റീവ് കെയർ ബൈ ഡെഫിനിഷൻ. ബൈ ഡെഫിനിഷൻ ഇറ്റ് ഇസ് treatment of serious health-related suffering and improving the quality of life of the person with the illness and the family. പേഷ്യൻ്റ് എന്നുള്ള വാക്ക് വാസ്തവത്തിൽ ഇഷ്ടമില്ല എനിക്ക്, മിക്കവാറും പേർക്കും. പക്ഷെ വേറൊരു നല്ല വാക്കില്ല, ഇല്ലേ പിന്നെ 3-4 വാക്കിലൊക്കെ പറയാം. ഒറ്റ ഒരു വാക്ക് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോഴും പേഷ്യൻ്റ് എന്ന് പറയുന്നു. പക്ഷേ 7ാമത്തെ റൂമിലെ രോഗി നമ്മൾ പറയുന്നു, പേഷ്യൻ്റ് എന്ന് പറയുന്നു. പക്ഷെ അവർക്കൊരു പേരുണ്ട്, ഒരു വ്യക്തിത്വമുണ്ട്. കൂടെ ഇരിക്കുന്ന ആളിന് അല്ലെങ്കിൽ കൂടെ ശുശ്രൂഷിക്കുന്ന ആളിനും വ്യക്തിത്വമുണ്ട്, സഫറിങ്ങുണ്ട്. അത് നോക്കേണ്ടതും കൂടെ നമ്മുടെ കടമയാണ്. അപ്പം അതിന് പറ്റിയൊരു വാക്കെന്താണ് അവിടെ ഉപയോഗിക്കുന്നത്? പേര് ഈ ബൈസ്റ്റാൻഡർ, കെയർ ഗിവർ. അത് കെയർ ഗിവർ മാത്രമല്ല, അതുമല്ല വ്യക്തി പുറത്ത് വരുന്നില്ല. വേറൊരു നല്ല പേര് ഇതിന് രണ്ടിനും പറഞ്ഞു തന്നാൽ ഞാൻ അപ്പം മാറ്റാം. അപ്പോൾ പേഷ്യൻ്റ് എന്നുള്ള വാക്ക് ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഫാമിലി കെയർ ഗിവർ അല്ലെങ്കിൽ കെയർ ഗിവർ. ഫാമിലി മെമ്പർ ആവണമെന്ന് തന്നെ ഇല്ല. പലപ്പോഴും ഒരു ഹോം നേഴ്സായിരിക്കും ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ശുശ്രൂഷ നൽകുന്നത്. വളരെ ഡീപ്പായിട്ടുള്ളൊരു പെർസ്പെക്റ്റീവാണ് ആക്ച്വലി. നമ്മൾ ഡീപേഴ്സണലൈസ് ചെയ്യാതെ ആ വ്യക്തിത്വത്തെ കാണുക എന്ന് പറയുമ്പോൾ, വ്യക്തിത്വം അവരുടെ സഫറിങ്ങും അവരുടെ ജീവിതത്തിൻ്റെ സൗഖ്യവും മാനസിക സൗഖ്യവും സാമൂഹ്യ സൗഖ്യവും. അവർക്ക് ഒരു ദിവസം ഓഫ് കിട്ടുമോ? ഇല്ല. അവരുടെ ജീവിതത്തിൽ സൺഡേ ഇല്ലല്ലോ. ഇല്ല. ഞങ്ങൾ നോക്കിയിരുന്ന ഇപ്പോൾ നോക്കുന്ന ഒരു 300ഓളം പാരാലിസിസ് ഉള്ള ആൾക്കാരുണ്ട്. നിങ്ങൾ പറഞ്ഞ ക്യാൻസറോ ഡിമെൻഷ്യയോ പോലെ ടൈം ലിമിറ്റഡുമല്ല. ക്യാൻസർ യൂഷ്വലി ഒന്നുകിൽ ക്യൂർ അല്ലെങ്കിൽ മരണം ഒരു 2-3 വർഷത്തിൽ സംഭവിക്കും. ഡിമെൻഷ്യയിൽ ഒരു 10-15 വർഷത്തിലെങ്കിലും സംഭവിക്കും. ഇത് 30-40 വർഷം പാരാലിസിസിനോട് കൂടി ജീവിക്കുന്ന മനുഷ്യർ ശുശ്രൂഷിക്കുന്ന യൂഷ്വലി ഒരു സ്ത്രീ. അതെ, സ്ത്രീയാണല്ലോ. ജോലി ഉണ്ടെങ്കിൽ അത് കളഞ്ഞിട്ട് വന്ന് നിൽക്കേണ്ടവൾ. അതെ, 90%. ഞങ്ങൾ നോക്കിയിരുന്ന പാരാലിസിസ് ഉള്ള 2 പേരുടെ ഭാര്യമാർ കുറ്റബോധത്തോടു കൂടിയാണ് പറയുന്നത്. ഒരു 2 വർഷം ഇടവിട്ടിട്ടാണ് ആത്മഹത്യ ചെയ്തു. അതിലൊരാൾക്കൊരു കുഞ്ഞുണ്ട്. സകലനും ആ കുട്ടിയെ കുറ്റപ്പെടുത്തുക. പക്ഷെ നമ്മുടെ മനസ്സിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന അവസരങ്ങളുണ്ടെന്ന് തിരിച്ചറിയാൻ ഈ കുറ്റപ്പെടുത്തുന്നവർക്ക് സാധിക്കുന്നില്ല. അത് മരണം കഴിഞ്ഞും ശിക്ഷിച്ചുകൊണ്ടിരിക്കുക. അവർ എന്ത് തരം
നരകത്തിലായിരിക്കും ജീവിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ. അവൾ വന്ന് 1 വർഷത്തിനകം അവൻ്റെ തളർച്ചയായി. അവൾ വന്നതുമായിട്ടുമായിരിക്കും പലപ്പോഴും ബന്ധപ്പെടുത്തുന്നത്. അതെ. അപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റ് റിസർച്ചിന് മുന്നേ എനിക്ക് മോർഫിൻ അല്ല ഈ OPM അങ്ങനത്തുള്ള ഡ്രഗ്സ് എന്നൊക്കെ പറഞ്ഞാൽ പൊതുവേ എനിക്ക് കുറച്ച് പേടിയുള്ളതാണ്. കാരണം നമ്മളതിനെ കാണുന്നത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പം ഓർഗൻ ഫെയിലിയർ അല്ലെ അഡിക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ലേ. അപ്പോൾ ഇതിനെപ്പറ്റി ഈ ഒരു ഭയം എവിടെ നിന്നാണ് വന്നതെന്ന് എനിക്കറിയില്ല. അപ്പം ഇതിൽ ശരിക്കും എന്തെങ്കിലും കാര്യമുണ്ടോ? ഉണ്ട്. അത് നമ്മൾ തിരിച്ചറിയേണ്ടതും വളരെ പ്രധാനമാണ്. ഒരുപാട് അന്ധവിശ്വാസമുണ്ട് അതിനെപ്പറ്റി, ഈ മരുന്നുകളെ പറ്റി. കാരണം ഇപ്പോഴും ഞാൻ പഠിച്ചത് ഈ മോർഫിൻ എന്നുള്ള മരുന്ന് ഓർഗൻ ഫെയിലിയർ അല്ല, പല രീതിയിലും ഏറ്റവും സേഫസ്റ്റ് മെഡിസിൻസിൻ്റെ കൂട്ടത്തിലാണ്. നമ്മൾ മരുന്നുകളിൽ നിന്ന് വാങ്ങിച്ചു കഴിയുന്ന ബ്രൂഫൻ, പാരസെറ്റമോൾ വലിയ ഉപദ്രവകാരിയല്ല അത്ര. പക്ഷേ അത് കണക്ക് കൂടുതൽ കഴിച്ചാൽ വേറെ കാര്യം. ഈ ബ്രൂഫൻ, ഓവറാൻ, ഇങ്ങനെ ചില ഗുളികകളുണ്ട്. അതൊക്കെ കാര്യമായിട്ട് കിഡ്നി ഫെയിലിയറൊക്കെ ഉണ്ടാക്കുന്നതാണ്. അതുമൊക്കെ ആയിട്ട് നോക്കിയാൽ മച്ച് സേഫറാണ്. അഡിക്ഷൻ ഉണ്ടാക്കാമോ? ഇതാണ് ഏറ്റവും വലിയ ഭയം. ഏറ്റവും കൂടുതൽ അഡിക്ഷൻ ഉണ്ടാവാൻ സാധ്യത വേദനയില്ലാത്ത ഒരാൾ ഇഞ്ചക്ഷൻ മുഖേന ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ അഡിക്ഷൻ ഒരുപാടുണ്ടാകാൻ സാധ്യതയുണ്ട്. അടിമത്തം വരാം. ഞങ്ങൾ ഇത്തരം അവസരങ്ങളിൽ കുറച്ച് കാലത്തേക്കൊക്കെ ഇഞ്ചക്ഷൻ ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരും. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വായ വഴി ഗുളികയായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നതിന് പൊതുവേ ഇഞ്ചക്ഷൻ വെച്ചാൽ നമുക്കിങ്ങനെ രക്തത്തിൽ ഇതിൻ്റെ അളവ് ഇങ്ങനെ ഹൈ കിട്ടുമ്പോഴാണ് അഡിക്ഷൻ്റെ സാധ്യത കൂടുതൽ. ഇത് സാവകാശം റൈസ് ചെയ്യുന്നത് കൊണ്ട് അഡിക്ഷൻ്റെ ചാൻസ് വളരെ കുറവാണ്. 0 ആണോ? അല്ല. ഒരു ക്യാൻസർ രോഗത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ അഡിക്ഷന് ഒരു റിലവൻസും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഞാൻ പറഞ്ഞതുപോലെ ടൈം ലിമിറ്റഡാണ്. ഇത്ര കാലമേ നമ്മൾ ഉപയോഗിക്കൂ. അത് കഴിയുമ്പോൾ ഒന്നുകിൽ രോഗം മാറുന്നു, അല്ലെങ്കിൽ മരണം സംഭവിക്കുന്നു. അതേസമയം ക്യാൻസർ അല്ലാത്ത ചില ഞരമ്പ് സംബന്ധമായ രോഗങ്ങളിലൊക്കെ നമ്മളത് ഉപയോഗിക്കേണ്ടി വന്നാൽ കുറച്ചുകൂടെ പ്രിക്കോഷൻസ് എടുക്കണം. പ്രിക്കോഷൻസ് എടുത്ത് ഉപയോഗിച്ചാൽ വളരെ സേഫായിട്ടുള്ള മരുന്നുകളാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പഠിച്ചത് അങ്ങനെ ആയിരുന്നില്ല പണ്ട്. ഇതിനെപ്പറ്റിയുള്ള അറിവ് കഴിഞ്ഞ ഒരു തലമുറയിലാണ് നമ്മൾ ഒരുപാട് പഠിച്ചത്. അപ്പം ഞാൻ പഠിച്ചത് മാച്ച് കളയണം. ഈ നിങ്ങളെ ജോഷിനെ ഞാനിത് പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ചുകൂടെ എളുപ്പമുണ്ട്. കാരണം empty കപ്പാണ്. ഒരു പ്രൊഫഷണൽ ഫുൾ കപ്പാണ്. അയ്യോ, അങ്ങ് അടിച്ച് കയറ്റി മെഡിക്കൽ വിജ്ഞാനം നിറച്ച് വെച്ചേക്കുക. അത് കുറച്ചെടുത്ത് കളഞ്ഞാലേ ഇത് ഒഴിക്കാൻ സ്ഥലമുള്ളൂ. അപ്പോൾ ഒരുപാട് അന്ധവിശ്വാസങ്ങളുള്ള ഡോക്ടർമാർക്കും നഴ്സുമാർക്കും കൂടുതലാണെന്ന് ഞാൻ പറയും. അതൊരു വലിയ വിഘാതമാണ്. അപ്പോൾ ഈ സൈക്കഡലിക് ഡ്രഗ്സും ഈ മരുന്നുകളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒറ്റ വാക്കിൽ പറഞ്ഞാലില്ല. സൈക്കഡലിക് ഡ്രഗ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ കാനബിസ്, കഞ്ചാവ് എന്നൊക്കെ പറയുന്നത്, അതും ഇതുമായിട്ട് ബന്ധമില്ല. ഇത് കറുപ്പെന്ന് പറയുന്ന മരുന്നാണ്. അതിന് ഇക്വാലൻ്റായിട്ട് മലയാളത്തിലൊരു വാക്കുള്ളത് ഒപ്പിയം. ഒപ്പിയം വർഗത്തിൽപ്പെട്ട മരുന്നുകളെ ഒപ്പിയോയിഡ് മെഡിസിൻസ് എന്ന് പറയും. ഒന്നുകിൽ ഒപ്പിയത്തിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതുപോലുള്ള മരുന്നുകൾ. അതാണ് മോർഫിൻ പോലെയുള്ള മരുന്ന്. നമ്മൾ കുറച്ച് മുമ്പ് നെർവസ് ഇഷ്യൂവിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ ഇടയ്ക്ക് നമ്മുടെ മൈക്കിൾ ജാക്സൺ മൂവി എൻ്റെ ബയോപിക് റീ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റീ റിലീസ് അല്ല, പുതിയ സിനിമയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് കിങ് ഓഫ് പോപ്പ് എന്നറിയുന്ന അദ്ദേഹം ഒരു ഡ്രഗ് ഓവർ യൂസേജ് കൊണ്ടാണ് മരണപ്പെട്ടതെന്ന് ആണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴാണ് സിനിമയൊക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഹി വാസ് ഗോയിങ് ത്രൂ ലോട്ട് ഓഫ് സഫറിങ്, പെയിൻ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതിനൊരു ലിമിറ്റേഷൻ ഉണ്ടോ ഈ യൂസേജ് ഓഫ് ദിസ് ഡ്രഗ്സ്? അല്ലെങ്കിൽ മൈക്കിൾ ജാക്സൻ്റെ മരണം ഒരു ഒപ്പിയോയിഡ് മരുന്നും ഉണ്ടായിരുന്നില്ല.
പറയപ്പെടുന്നത് മൈക്കൽ ജാക്സൺ കെഞ്ചി പറഞ്ഞ് പ്രൊപ്പോഫോൾ എന്നുള്ളൊരു മരുന്ന് ഡോക്ടർ കുത്തിവെച്ച് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ സഫറിങ് കൊണ്ടാണ് അയാൾ കെഞ്ചുന്നത്. പക്ഷേ അവിടെ മരണം സംഭവിച്ചു എന്നുള്ളത് വേറൊരു കോൺസിക്വൻസ്. അത് ഒപ്പിയോയിഡ് മരുന്നായിരുന്നില്ല. മൈക്കൽ ജാക്സൺ ഒപ്പിയോയിഡ് മരുന്നും കഴിച്ചിരിക്കും. ഇതിവിടെ ഒരു വലിയ പ്രശ്നം ഈ നൂറ്റാണ്ടെന്ന് വെച്ചാൽ അത്ര കാലമായില്ലല്ലോ, നൂറ്റാണ്ടല്ലേ. അപ്പോൾ ഈ നൂറ്റാണ്ടിൽ സംഭവിച്ചത് US ഒരു മരുന്ന് കമ്പനി ഒപ്പിയോയിഡ് മരുന്നിന് അഡിക്ഷനേ ഇല്ല എന്നുള്ള ഒരു സന്ദേശത്തോടു കൂടി ഭയങ്കരമായിട്ട് അങ്ങ് പ്രചരിപ്പിച്ചു. അതിനു മുമ്പേ വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. UK, ഫ്രാൻസ്, ഡെൻമാർക്ക്, ജർമ്മനി, അവിടെ ഒക്കെ 2 തലമുറയായിട്ട് സേഫായിട്ട് ഉപയോഗിക്കുന്നു, സാമാന്യം സേഫായിട്ട്. സീറോ അഡിക്ഷൻ അവിടെ പോസിബിൾ അല്ലായിരിക്കും, പക്ഷേ അതൊരു നെഗ്ലിജിബിൾ റിസ്ക് ആയിട്ട് അവർ ഉപയോഗിക്കുന്നു. പക്ഷേ US ഇതിനെ ഇങ്ങനെ അഡിക്ഷനെ അടിച്ചേൽപ്പിക്കുന്ന പോലെ, അഡിക്ഷൻ അതൊരു റിസ്ക്കേ ഇല്ല, ഇഷ്ടം പോലെ ഉപയോഗിക്കുക എന്നുള്ള മട്ടിൽ വാരി വിതറി അവിടെ US. അപ്പോൾ അതുകൊണ്ട് തന്നെ US ഒപ്പിയോയിഡ് എപ്പിഡമിക് എന്ന് പറയും. ഇത് സെൻസേഷനിലാണെന്ന് ഓർത്തോണം. മൈക്കൽ ജാക്സൻ്റെ കാര്യം ആദ്യം കയറി പറഞ്ഞ്, അതേസമയം ഈ ക്യാൻസറിൻ്റെ വേദന കൊണ്ട് എൻ്റെ ഒരു രോഗി പറഞ്ഞത്, എല്ലിനകത്തേക്ക് ഒരു കമ്പി പഴുപ്പിച്ച് കയറ്റിയിട്ട് ഒരാളിങ്ങനെ ഇന്ന് ഇളക്കിയാൽ എന്ത് തോന്നും? ഇതുപോലെ ഇത് 1 മിനിറ്റല്ല, ഈ മനുഷ്യൻ്റെ ബാക്കിയുള്ള ശിഷ്ട ജീവിതകാലമാണ് ഇത്തരം വേദനകൾ. പക്ഷേ അതിന് മൈക്കൽ ജാക്സന് കിട്ടിയത് പോയിട്ട് ഒരു അല്പം ശ്രദ്ധ പോലും കിട്ടുന്നില്ല, അതിൽ സെൻസേഷനില്ല. പിന്നെ വേദനയുടെ കാര്യമൊക്കെ ഇതിപ്പോൾ ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നല്ലോ, ഈ വേദനയുടെ കാര്യമൊക്കെ പറയുമ്പോൾ ഞാൻ ഈ ചുട്ടുപഴുത്ത കമ്പിയുടെ കാര്യം നിങ്ങളതിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ചാനൽ മാറ്റുന്ന ആളുകൾ കാണില്ലേ? അതെ, നമ്മളന്ന് സംസാരിച്ചത് പറഞ്ഞായിരുന്നല്ലോ, ഈ ഒരു പോഡ്കാസ്റ്റിന് നോർമൽ കിട്ടുന്ന വ്യൂവിനെക്കാട്ടിയും വളരെ കുറച്ച് വ്യൂ കിട്ടത്തുള്ളൂ. കാരണം പീപ്പിൾ ആർ വെരി അൺകംഫർട്ടബിൾ ടു ടോക്ക് ആൻഡ് ലിസൺ ടു ഓൾ ദോസ് തിങ്സ്. വേണ്ട, ഇതിനെപ്പറ്റി ആലോചിക്കണ്ട. അതിനെ ചുമ്മാ വെറുതെ മനസ്സ് വിഷമിപ്പിക്കുന്നതിന്. പക്ഷേ എല്ലാ ജീവിതവും ഒരിക്കൽ അവസാനിക്കും. ആകെ ഒരു സർട്ടൺ ആയിട്ടുള്ള ഒരേ ഒരു കാര്യം പെയിനും മരണവും മാത്രമാണ്. നമ്മളിൽ 10 ഒരാൾക്ക് പെട്ടെന്നുള്ള മരണം കിട്ടും. 10 പെട്ടെന്നങ്ങ് പോയാൽ മതിയായിരുന്നു എന്ന് പറയുമല്ലോ, അത് 10% ഉള്ളൂ. പക്ഷേ ബാക്കിയുള്ളവർക്കെല്ലാം കുറച്ച് കാലം കിടക്കാൻ അവസരമുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇനി അത് വ്യക്തിക്ക് മറ്റേ 10%കാരുടെ കാര്യമാണെങ്കിലും അതിൽ മിക്കവാറും എല്ലാവർക്കും വേറൊരാളിൻ്റെ കുടുംബത്തിലെ വേറൊരാളിൻ്റെ സഫറിങ്ങിൽ കൂടെ പോകേണ്ടി വരും. അപ്പോൾ ഇത് നമുക്കെല്ലാം ഉള്ളതാണ്. അപ്പോൾ ഈ ഓടി രക്ഷപ്പെടുന്നവർക്ക് ആ സമയം ഫേസ് ചെയ്യാൻ കൂടുതൽ ബുദ്ധിമുട്ടാണ്. ഒന്നാലോചിച്ച് പ്രിപ്പയർ ചെയ്തവർക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ സംസാരിക്കണം എന്നുള്ളത് വളരെ അനിവാര്യമാണല്ലേ? മരണം അത് ആ കാരണം കൊണ്ട് മാത്രമല്ല, ഈ സംസാരിച്ചിട്ടില്ലെങ്കിലാണ് തെറ്റിദ്ധാരണകൾക്ക് കാരണം ആവശ്യമില്ലാത്ത വേദനയും ദുരിതവും അനുഭവിച്ച് അവിടെ കിടക്കുന്നത്. അതെ, പെയിൻ ആൻഡ് ഡെത്ത് ആർ ഇന്നെവിറ്റബിൾ. സഫറിങ് ചോയ്സ് ആണോ അതോ അതും ഇന്നെവിറ്റബിൾ ആണോ? മോസ്റ്റ് സഫറിങ് ഇസ് ഓപ്ഷണൽ. അതായത് പാലിയേറ്റീവ് കെയർ കൊടുത്താൽ ഈ വേദന കൊണ്ടോ മാനസിക പ്രശ്നങ്ങൾ കൊണ്ടോ ശ്വാസം മുട്ടുകൊണ്ടോ സഫർ ചെയ്യുന്നവർക്ക് അധികം പേർക്കും ആശ്വാസം കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നാൽ ഡെത്ത് ഇസ് ഇന്നെവിറ്റബിൾ, സഫറിങ് ഇസ് പെയിൻ ആൻഡ് അതർ സിംറ്റംസ് ആർ ഇന്നെവിറ്റബിൾ. പക്ഷേ ഇപ്പോൾ പറഞ്ഞതുപോലെ മോസ്റ്റ് സഫറിങ് ഈസ് ഓപ്ഷണൽ. അത് നമ്മൾ പാലിയേറ്റീവ് കെയറിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അത് രോഗചികിത്സയോടൊപ്പം കൊണ്ടുപോകാൻ വൈദ്യശാസ്ത്രം തയ്യാറാവുകയാണെങ്കിൽ മിക്കവാറും സഫറിങ് ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ ഈ രോഗചികിത്സയോടെ കൊണ്ടുപോകാൻ പറ്റണമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഈ ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റും അത് നമ്മുടെ
എന്താ പറയുക, ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ നമ്മുടെ പുതിയ ഗവൺമെൻറ്റൊക്കെ വന്ന സ്ഥിതിക്ക് ഡോക്ടറിന് എന്തെങ്കിലും അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ എന്തെങ്കിലും മന്ത്രിമാരായാലും അവരെടുക്കുന്ന തീരുമാനത്തിൽ കുറച്ചും കൂടെ പാലിയേറ്റീവ് കെയർ കൊണ്ടുവരണമെന്നോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സജഷൻസ് ആയിട്ട് കൊടുക്കാനുണ്ട്? കുറച്ചുകൂടെയോ എത്രയോ ചെയ്യാനുണ്ട്. ഇതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം, ഒരുപാട് പോളിസി ചേഞ്ചസ് നാട്ടിൽ വന്നു കഴിഞ്ഞു. അത് കേന്ദ്ര ഗവൺമെൻറ് തലത്തിലാണെങ്കിലും നാഷണൽ ഹെൽത്ത് പോളിസിയിൽ പാലിയേറ്റീവ് കെയർ ഉണ്ട്. എല്ലാ പ്രൈമറി തലത്തിൽ വരെ കൊടുക്കണമെന്നാണ്. അത് ഈ മോർഫിൻ പോലുള്ള മരുന്നുകളുടെ ലഭ്യത റാഷണലാക്കാനുള്ള നിയമം വന്നു കഴിഞ്ഞു. MBBSും നഴ്സിംഗും പാഠ്യപദ്ധതിയിൽ അത് കൊണ്ടുവന്നു കഴിഞ്ഞു. ഇത്രയൊക്കെ അവിടെ നടന്നു. കേരളത്തിലാണെങ്കിൽ പ്രസിദ്ധമല്ലേ, കേരളത്തിലെ പാലിയേറ്റീവ് കെയർ പോളിസി 2019 പുതുക്കിയിട്ടുണ്ട്. അതെല്ലാം ഉണ്ട്. ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഗ്യാപ്പ്, ഇത് പ്രയോറിറ്റിയാണോ? ഇത് ചെയ്തെടുത്തെല്ലാം പോപ്പുലറാണ്. സർക്കാർ കേരളത്തിലെ എഫക്റ്റീവ് പോളിസി നടന്നിട്ടുള്ളൂ. അതൊക്കെ നല്ല കാര്യം. പക്ഷേ ഇംപ്ലിമെൻറ്റേഷനിൽ എവിടെയൊക്കെ ഗ്യാപ്പുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ശരിക്ക് എന്തൊക്കെയാണ് ഇപ്പോഴും ദുരിതമുണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ സാധിക്കണം. ഈ പുതുക്കിയ പോളിസിയിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, സന്നദ്ധ സംഘടനകളും സർക്കാർ സംവിധാനവും ചേർന്ന് പ്രവർത്തിക്കണമെന്നാണ്. ഇത്രയും കാലമായിട്ട് നടക്കുന്നുണ്ടെങ്കിലും പലയിടത്തും ഇതിങ്ങനെ ഡൈവർജൻ്റായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ പോളിസിയൊക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇംപ്ലിമെൻറ്റേഷനിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തിരിക്കണം, ഇതൊക്കെ മിനിമമായിട്ട് ചെയ്തിരിക്കണം എന്നുള്ള ഒരു തീരുമാനം പുതിയ സർക്കാർ എടുത്താൽ നമുക്ക് 5 വർഷത്തിൽ അത്ഭുതകരമായ പ്രോഗ്രസ് ഉണ്ടാക്കാൻ നോക്കും. നമുക്കിത് വീഡിയോ അവരൊക്കെ കണ്ട് ഇതിന് പ്രോഗ്രസ് ഉണ്ടാക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യനിലോട്ട് എനിക്ക് പോകണമെന്നുണ്ട്. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വെച്ചാൽ, ഡോക്ടർ കുറേ ലാസ്റ്റ് മിനിറ്റിൽ മരിക്കാൻ പോകുന്നവരുടെ ആയിക്കോട്ടെ, അവരുടെയൊക്കെ കൂടുതൽ ഒരുപാട് നേരം ഇരുന്നിട്ടുള്ളതാണ്. അപ്പോൾ അവരെന്തായിരിക്കും ആക്ച്വലി, അവർക്ക് എന്താണ് വേണ്ടത്, അല്ലെ അവരെന്തിനെ പറ്റിയാണ് റിഗ്രറ്റ് ചെയ്യാറ് മോസ്റ്റ്ലി? ഇതേ ഒന്ന് ഗൂഗിൾ ചെയ്താൽ 5 മോസ്റ്റ് കോമൺ റിഗ്രറ്റ്സ് ഓഫ് ദ ഡൈയിങ് എന്നൊന്ന് നോക്കിയാൽ 5, 7 എന്നും പറഞ്ഞ് കുറേ എണ്ണം കാണും. ഒന്ന്, പൊതുവേ ശ്രദ്ധിക്കേണ്ടത് ഇതെല്ലാം എവിടുന്നാണ് വരുന്നതെന്ന്. മിക്കവാറും എല്ലാ വെസ്റ്റേൺ കൺട്രീസിൽ നിന്ന് വരുന്നതായിരിക്കും. ഈ വെസ്റ്റേൺ കൺട്രീസ് എന്ന് വെച്ചാൽ റിച്ച് കൺട്രീസ്, ഹൈ ഇൻകം കൺട്രീസ്, ലോക ജനസംഖ്യയുടെ 15% താഴെയാണ്. അതായത് 85% നമ്മുടെ പോലുള്ളവരാണ്. അവരുടെ ബുദ്ധിമുട്ടുകളൊന്നും ഈ ഗൂഗിൾ ചെയ്ത് കിട്ടിയില്ല പലപ്പോഴും. കാരണം അതിനെപ്പറ്റിയൊന്നും ആരും ആവശ്യത്തിന് പഠിച്ചിട്ടില്ല. സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയും. സെൻസേഷണലല്ലോ. സെൻസേഷനില്ലെന്ന് മാത്രമല്ല, ലോകത്തിൽ ഹെൽത്ത് കെയർ ഈ ഹൈ ഇൻകം കൺട്രീസിലാണ് വെൽ ഡെവലപ്ഡ്. ഓക്കെ. ആകെയുള്ള ശാസ്ത്രീയ പഠനങ്ങളിൽ പാലിയേറ്റീവ് കെയർ രംഗത്ത് 94% ഹൈ ഇൻകം കൺട്രീസിൽ നിന്ന് വന്നേക്കുന്നത്. അപ്പോൾ അതൊക്കെ അവിടെ കാണാനുള്ളൂ, വിസിബിളായിട്ടുള്ളൂ. അതൊരു വലിയ പ്രശ്നമാണ്. ഇത് 5 ടോപ്പ് റിഗ്രറ്റ്സ് ദ ഡൈയിങ് എന്ന് ഒരു അമേരിക്കയിൽ നിന്നോ ഡെൻമാർക്കിൽ നിന്നോ വരുന്നതിന് മുഴുവൻ പ്രസക്തി ഇവിടെ ഉണ്ടാവണമെന്നില്ല. അയ്യോ, എൻ്റെ മോളുടെ കല്യാണം നടക്കില്ലേ ഇനി, ഇവർക്ക് അയ്യോ എനിക്കിനി ഇപ്പം തന്നെ ചികിത്സയ്ക്ക് കടമായി, എൻ്റെ കുടുംബം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി അവരെവിടെ പോവും, അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും. അയ്യോ, വെരി റിയലിസ്റ്റിക്. മറ്റേ അങ്ങ് എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റ്യൻസ്. ഞാൻ ഇത്രയും കാലം കൂടുതൽ ബിസിനസ്സിന് വേണ്ടി സമയം ചെലവഴിച്ചു, ഞാൻ കുറച്ച് കൂടുതൽ സമയം ഫാമിലിയുമായിട്ട് ചെലവഴിക്കേണ്ടതായിരുന്നു എന്നായിരിക്കും നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ കാണുന്ന 5 ടോപ്പ് റിഗ്രറ്റ്സ്. ഇതൊക്കെ ഉണ്ടാകും തീർച്ചയായിട്ടും. പക്ഷേ ഇവിടെ പലപ്പോഴും വളരെ ഡൗൺ ടു എർത്ത് ഞാൻ പറഞ്ഞതുപോലുള്ള കാര്യങ്ങളായിരിക്കും പലർക്കും. ഒരു ഹെൽത്ത് എന്ന് വെച്ചാൽ നമ്മളത് സംസാരിച്ചില്ല. ഹെൽത്ത് എന്ന് വെച്ചാൽ ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള സൗഖ്യമാണ് അതെ എന്നാണ് നിർവചനം. അതെ.
ഇന്ത്യയിലെ ഹെൽത്ത് കെയർ സിസ്റ്റം കാറ്റസ്ട്രോഫിക് ഹെൽത്ത് എക്സ്പെൻഡിച്ചർ, അതായത് കാഠിന്യമേറിയ സാമ്പത്തിക ഡിസ്ട്രക്ഷൻ, അത് കാരണം ഇന്ത്യയിൽ ഒരു വർഷത്തിൽ 5.5 കോടിയിലേറെ ജനങ്ങൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴേക്ക് പോവുകയാണ്. ഇത് 2015 കണക്കാണ്. ഇപ്പോൾ എത്ര കോടി കാണും? അത് ജസ്റ്റ് ഈ എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ വന്നതിന് ശേഷം 5.5 കോടി ആൾക്കാർ 5.5 കോടിയിലേറെ ആൾക്കാർ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ പോവുകയാണ്. എന്ന് വെച്ചാൽ ഏതാണ്ട് 4% പോപ്പുലേഷൻ ഉണ്ടായി. ഇതിൽ ഇങ്ങനെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കൊണ്ടുപോകുന്ന കണക്കിൽ വേൾഡ് ബാങ്കിൻ്റെ കണക്കനുസരിച്ച് ടോപ്പ് 15 രാജ്യങ്ങൾ കിടക്കുന്നതിലൊന്ന് ഇന്ത്യയാണ്. ഈ മനുഷ്യരൊക്കെ എന്തായിരിക്കും ടോപ്പ് റിഗ്രറ്റ്? അയ്യോ, അവളും പിള്ളേരും എവിടെ കിടക്കുക ഇനി? അതെ, വീട് പോയില്ലേ? പിള്ളേരിനി ഒരിക്കലും പഠിക്കില്ല. ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഫിഷർമാനായിരുന്നു അയാൾ. എനിക്ക് ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ 2 കുട്ടികളും ഈ പണിക്ക് പോകേണ്ടി വരരുത്, അവർക്കൊരു ഭാവി ഉണ്ടാവണമെന്ന്. ഇനിയിപ്പോൾ അത് തന്നെ ആവുമല്ലോ ദൈവമേ എന്നായിരുന്നു ഇയാൾ. കഠിന വേദനയുള്ള ഈ മനുഷ്യൻ ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ്, ഓഫ്കോഴ്സ് ഞങ്ങൾക്ക് ആ കുട്ടികളുടെ പഠനം ഏറ്റെടുക്കാൻ സാധിച്ചു. പക്ഷേ നാട്ടിലുള്ള അങ്ങനെയുള്ള കുടുംബത്തിലെ എത്ര ഒരു ചെറിയ ശതമാനമാണ് ഞങ്ങൾ നോക്കി, ഞങ്ങൾ 300 കുട്ടികൾക്ക് പഠന സൗകര്യം കൊടുക്കുന്നെങ്കിൽ അത് എത്ര ചെറിയ ഒരു എണ്ണമാണ്. 5.5 കോടി 5.5 കോടി ഇന്ത്യയിൽ 2015 കണക്ക്. അപ്പം 300 എത്രയോ 11 വർഷം ഹെൽത്ത് കെയർ കോസ്റ്റ് കൂടി. കോവിഡ് കഴിഞ്ഞിട്ട് ഡ്രാസ്റ്റിക് ആയിട്ട് കൂടുകയും ചെയ്തു. വാസ്തവം പറഞ്ഞാൽ ആംബുലൻസ് കിണീന്ന് അടിച്ചുകൊണ്ട് റോഡിൽ കയറുമ്പോൾ എൻ്റെ മനസ്സിൽ ഒറ്റ ചിന്ത വരുന്നത്, അയ്യോ അതാ ഒരു കുടുംബം കൂടെ മുടിഞ്ഞു എന്ന്. നമ്മളെ കേരളത്തിലെ ഒരു രീതി അനുസരിച്ചിട്ട് ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ചെയ്യുന്ന നമ്മൾ ഗൂഗിൾ ചെയ്യുന്നതോ ലാസ്റ്റ് മിനിറ്റിൽ പർപ്പസ് ഓഫ് ലൈഫോ അല്ലെങ്കിൽ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ഒന്നുമല്ല. അപ്പോൾ അവരുടെ ഫാമിലിയിൽ നിന്ന് എന്തായിരിക്കും പ്രതീക്ഷിക്കണേ? ഈ ഫാമിലി എന്താണ് അവരുടെ മുകളിൽ കൂടെ പോകുന്നതെന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരിക്കും ആ സമയത്ത്. ഒരു ഉദാഹരണത്തിന് പറയാം, നമ്മുടെ നാട്ടിൽ ഒരു പേരൻസ് മരിക്കുക ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രോഗാവസ്ഥയിൽ കൂടെ പോവുക. സർവൈവിങ് പേരൻറ്റിന് അച്ഛനും അമ്മയും ആവണം. അന്നുവരെ ഞാൻ പറയുന്നത് വളരെ അഫ്ലുവൻറ്റ് കുടുംബത്തിലെ കാര്യമൊന്നുമല്ല, നമ്മുടെ മെജോറിറ്റിയും സാധാരണക്കാരാണ്. അവിടെ അന്നുവരെ അടുക്കളയിൽ കയറിയിട്ടില്ലാത്ത അച്ഛൻ 4 മണിക്ക് എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പഠിക്കുകയാണ്, കുട്ടികളെ സ്കൂളിൽ വിടണ്ടേ. അന്നുവരെ ബാങ്കിനകത്ത് കയറിയിട്ടില്ലാത്ത അമ്മ ഫാമിലി ഫൈനാൻസസ് മുഴുവൻ ഹാൻഡിൽ ചെയ്യണം, ഇൻക്ലൂഡിങ് ഈ ചികിത്സ ചെലവിന് വന്ന കടക്കാർ വന്ന് ചീത്ത വിളിക്കുന്നത് ഉൾപ്പെടെ. ഇതൊക്കെ അൺബിലീവബിൾ ബേർഡനാണ്. പിന്നെ ഒരു നമ്മളും ന്യൂക്ലിയറൈസേഷൻ വന്നുകൊണ്ടിരിക്കുന്ന സൊസൈറ്റിയാണല്ലോ, അണുകുടുംബങ്ങളായി. പണ്ട് എസ്പെഷ്യലി നമ്മുടെ സോഫിസ്റ്റിക്കേറ്റഡ് അല്ലാത്ത സൊസൈറ്റിയിൽ സാധാരണ മനുഷ്യരുടെ ഗ്രാമപ്രദേശങ്ങളിൽ കുറച്ചുകൂടെ ഷെയറിങ് ഉണ്ടായിരുന്നു. ഈ ഒരാൾ ഇത് പറ്റിയാൽ അവരുടെ കാര്യം നോക്കുന്നത് സഹോദരങ്ങളും ഒക്കെ കൂടെ ചേർന്നായിരുന്നു. അതും കുറേശ്ശെ നമ്മളും വളരെ പരിഷ്കൃതരായി വരികയാണ്. അപ്പോൾ പരിഷ്കാരം കൂടുമ്പോൾ അതൊക്കെ കുറയും. അപ്പോൾ പലപ്പോഴും അൺബിലീവബിൾ സഫറിങ്ങാണ് അവർക്കുള്ളത്. അപ്പോൾ അത് പ്രധാന ഒരു കാര്യം, പാലിയേറ്റീവ് കെയർ രോഗിയുടെ മരണത്തോടു കൂടി തീരുന്നില്ല. അവിടെ ഇവർക്ക് ആവശ്യമുള്ള സപ്പോർട്ടായിട്ട് തുടരേണ്ടി വരും. സ്ത്രീകളുടെ പ്രശ്നം പ്രത്യേകിച്ച് ശ്രദ്ധിക്കപ്പെടണം. നമ്മുടെ സൊസൈറ്റിയിൽ ഒരു സിംഗിൾ വുമൺ 100 പലപ്പോഴും.
എനിക്കറിയാവുന്നുള്ള ഒരു ഡോക്ടർ ചെറുപ്പത്തിൽ കല്യാണം കഴിക്കണ്ടെന്ന് തീരുമാനിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ഇന്ത്യയിൽ നടപ്പില്ല എന്ന്. അവർ പോയി UK താമസിച്ചു, അവിടെ വർക്ക് ചെയ്തു. എന്നിട്ട് 60 വയസ്സ് കഴിഞ്ഞപ്പോൾ തിരിച്ചിങ്ങ് പോന്നു. അവരുടെ മനസ്സ് ഇവിടെയാണ്, ഹൃദയം ഇവിടെയാണ്. ഇത് ഇത്തരം സോഷ്യൽ ഇഷ്യൂസ് ഭയങ്കരമാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ആവശ്യത്തിനാവുന്ന എവിടെ? ഒരംശമേ ആവുന്നുള്ളൂ. പക്ഷേ ആ അംശം വളരെ വളരെ പ്രധാനവുമാണ്. ഇപ്പോൾ നെക്സ്റ്റ് ഒരു മനസ്സിൽ വന്നൊരു ചോദ്യം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഇനിയൊന്നും ചെയ്യാനില്ല എന്ന് ഒരു ഡോക്ടർ പറയുമ്പോൾ, എൻ്റെ ഫാമിലിയിലും റീസെൻ്റ്ലി അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഇനിയൊന്നും ചെയ്യാനില്ല അങ്ങനെ പറയുമ്പോൾ നമുക്ക് വെപ്രാളമാണ്. ഇത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ആ ഡെത്ത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളപ്പോൾ നെക്സ്റ്റ് ചികിത്സ എന്തെന്ന് അന്വേഷിക്കുന്നു, വേറെ ഒപ്പീനിയൻ എടുക്കുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. ഇത് പുറത്തുനിന്ന് നോക്കുമ്പോൾ സ്നേഹം കൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഡോക്ടറിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ എങ്ങനെയായിരിക്കും അത്? പക്ഷേ അത് വീണ്ടും അവരെ വെൻറ്റിലേറ്ററിലിടുന്നു, ട്യൂബ് ഉപയോഗിക്കുന്നു, വീണ്ടും കീമോ ആണെങ്കിൽ കീമോ, എഗെയിൻ സർജറീസ്. ഹൗ ടു ഗോ ത്രൂ ദിസ്? ഈ ചോദ്യത്തിൽ തന്നെ ഒന്നുകിൽ വെൻറ്റിലേറ്ററും കീമോയും അല്ലെങ്കിൽ ഒന്നുമില്ല എന്നൊരു അവസ്ഥ അതിൻ്റെ പുറകെ കിടപ്പുണ്ട്. അതെ, ഒരാരോഗ്യ പ്രവർത്തകയും ഒരിക്കലും ഇനിയൊന്നും ചെയ്യാനില്ല എന്ന് പറയാൻ പാടില്ല. കാരണം അത് കള്ളമാണ്, ശരിയല്ല. ഇനി രോഗം മാറ്റാനായിട്ടൊന്നും ചെയ്യാനില്ലായിരിക്കും. പക്ഷെ അങ്ങനെ അവരെ റിജക്റ്റ് ചെയ്യാൻ പാടുണ്ടോ? അതായത് അല്ല, ഞാൻ ചോദിച്ചതിൻ്റെ പശ്ചാത്തലം എന്ന് വെച്ചാൽ റീസെൻ്റ്ലി എൻ്റെ ഫാമിലി നടന്നതാണ്. അപ്പോൾ ഇനി മാക്സിമം ഒരു 3 to 6 months അങ്ങനെ. ഇനി രോഗം മാറ്റാനായിട്ടൊന്നും ചെയ്യാനില്ല എന്ന് പറയുമ്പോൾ പക്ഷേ ബുദ്ധിമുട്ടുകളാകുന്നതുമില്ലാതെ ആകുന്നതും സൗഖ്യമായിട്ട് ജീവിക്കാൻ വേണ്ടതെല്ലാം ചെയ്യാമെന്നൊരു അഷ്വറൻസ് അതിൻ്റെ കൂടെ വരണം എന്നാണ് ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ടെല്ലാം പരിഹരിച്ചു എന്നല്ല. ഇവിടെ രോഗം ഒരു സുപ്രഭാതത്തിൽ പറയുകയാണ്, ഇല്ല ഇനി കീമോതെറാപ്പി കൊടുത്തിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ ഈ രോഗത്തിൻ്റെ മാറിക്കിട്ടാനുള്ള സാധ്യതയും ഇതൊന്നും നേരത്തെ ചർച്ച ചെയ്തിട്ടില്ലായിരിക്കും പലപ്പോഴും. അതെ, അത് ഡോക്ടറുടെ ഭാഗത്തു നിന്ന് അയ്യോ അവരെ പറഞ്ഞ് വിഷമിപ്പിക്കുന്ന എന്തിനാ, ഹോപ്പ് കൊടുക്കണ്ടേ, ഇതൊക്കെയാണ് സാധാരണ പറയാറുള്ളത്. പക്ഷേ ട്രൂത്ത് അറിഞ്ഞുകൂടെങ്കിൽ എക്സാക്ട്ലി ഇപ്പോൾ ജോഷ് പറഞ്ഞത് തന്നെ സംഭവിക്കുക. ആ ഡോക്ടറെ വിട്ടു, അടുത്ത ആളുടെ അടുത്ത് പോയി, അവിടെ പോയി, അത് കഴിയുമ്പോൾ മറ്റേ ഇവിടെയുള്ള ദിവ്യൻ്റെ അടുത്ത് പോയി. ഒരുപാട് ഞങ്ങൾ ഡോക്ടർ ഷോപ്പിംഗ് ആൻഡ് സിസ്റ്റം ഹോപ്പിംഗ് എന്ന് പറയും. ഡോക്ടർ ഷോപ്പിംഗ് ആൻഡ് സിസ്റ്റം ഹോപ്പിംഗ്. അലോപ്പതി, ആയുർവേദം, ഹോമിയോ, മറ്റേ വൈദ്യം, ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും അപ്പോഴത്തേക്കും വേറൊരു ഇന്ന ഡോക്ടർ ഭയങ്കര മിടുക്കനാ, അവിടെ പോകണം എന്ന് പറയുന്നു ഒരു വെൽവിഷർ. ഉടനെ അവിടെ എടുത്തുകൊണ്ട് ഓടുന്നു. നേരത്തെ പറഞ്ഞ ഫിനാൻഷ്യൽ പ്രശ്നവും ഇതിനകത്ത് കയറി വരുമല്ലേ? വേറൊരു ഇതിൽ വേറൊരു ഡോക്ടറെ കണ്ടാൽ പ്രയോജനം കിട്ടും, പക്ഷേ അത് ഭയങ്കര ചിലവായിരിക്കും. എന്ന് പറഞ്ഞാൽ സ്നേഹമുള്ള ഒരു മകനോ മകളോ എന്താ ചെയ്യാൻ? എന്ത് ചിലവ് വന്നാലും സാരമില്ല, അച്ഛനെ രക്ഷിക്കണം, എല്ലാം വിൽക്കും. ഞാൻ ടോട്ടലി യൂസ്ലെസ് ആയിട്ടുള്ള ഒരു സർജറി റെക്കമെൻഡ് ചെയ്ത ഒരു രോഗിയുടെ ഭാര്യ ഒരു ലുങ്കി കൊടുത്ത് ഒരു തോർത്തും ഇങ്ങനെ ഇട്ട ഒരു സ്ത്രീ, നിരക്ഷരയാണെന്ന് ഒബ്വിയസ്. നീ ഇവിടെ വാ, നീ ഇപ്പോൾ വീട്ടിൽ പോകണം. അവിടെ പിന്നെ ഇവരെ ഭാര്യയിൽ പ്രമാണം ഇരിപ്പുണ്ട്, ഒരു പ്ലാസ്റ്റിക് കവറിൽ പ്രമാണം ഇരിപ്പുണ്ട്. നീ അതെന്ത് ചെയ്യുന്നു എന്ന് എനിക്കറിയേണ്ട, രാവിലെ ഇത്രയും രൂപയുമായിട്ട് നീ ഇവിടെ എത്തിയിരിക്കണം എന്ന് പറഞ്ഞ് അമ്മ അയക്കുകയാണ്.
അമ്മ വിചാരിക്കുന്നത് ഈ ഓപ്പറേഷൻ കൂടെ ചെയ്താൽ അയാൾ തിരിച്ച് ജോലിക്ക് പോകാറാവും, തിരിച്ച് ആളിനെ തിരിച്ച് കിട്ടും എന്നല്ലേ പ്രതീക്ഷിക്കുക. അവിടെ കണ്ടു നിൽക്കുന്നവർക്കെല്ലാം അറിയാം, ഇനി ചെയ്താലും ഒരാഴ്ച എന്നുള്ളത് ഒരു മാസമായി കിട്ടുകയുള്ളൂ. ഞങ്ങൾ ടൈം ടോക്സിസിറ്റി എന്നൊരു കാര്യം പറയും. ഈ ചികിത്സ കൂടെ ചെയ്താൽ ജീവിതം അങ്ങോട്ട് നീട്ടും. എത്ര കിട്ടും? ഒരു 4 മാസം ആവറേജ്. ഈ 4 മാസത്തിൽ 3 മാസവും ആശുപത്രിക്കകത്താണ് കിടക്കുന്നത്. അതെ, എത്രത്തോളം എൻജോയബിളാണ്, ഒട്ടുമല്ല. എത്രത്തോളം ഡിസ്ട്രക്ഷൻ അവിടെ ഫാമിലിക്ക് വരുന്നു. അപ്പോൾ ഇതൊക്കെ കൂടെ കണക്കിലെടുക്കണമെങ്കിൽ ഞാനും എന്നെ നാളെ ചികിത്സിക്കാൻ പോകുന്ന ഡോക്ടറും തമ്മിൽ ഒരു ബന്ധം നേരത്തെ ഉണ്ടാവണം. റിലേഷൻഷിപ്പ് ബേസ്ഡ് ഓൺ ട്രസ്റ്റ്. അവിടെ സത്യം പറയണം. സത്യം മുഴുവൻ ബോംബ് പോലെ വിളിച്ച് പറയണം എന്നല്ല. ഒരു സുപ്രഭാതത്തിൽ വന്ന് ഇല്ല ഇനി രക്ഷയില്ല, മരിക്കാൻ പോവുകയാണ് എന്നൊറ്റയടിക്ക് പറഞ്ഞാൽ ഒരുത്തർക്ക് സ്വീകരിക്കാനൊക്കില്ല. എനിക്ക് എത്രത്തോളം അറിയാം, എത്രത്തോളം സത്യം അറിയാം, അതിന് ഇപ്പോൾ എത്രത്തോളം സത്യം അങ്ങോട്ട് കേൾക്കാൻ തയ്യാറാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ട്രൂത്ത് ടെല്ലിങ്ങിനും ഒരു സയൻസ് ഉണ്ട്. അത് കമ്പാഷൻ ഇല്ലാതെ ചെയ്താൽ ബോംബ്, കമ്പാഷനോട് ചെയ്താൽ മരുന്ന്. അപ്പോൾ അങ്ങനെ എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് നമ്മുടെ നാട്ടിൽ 2019 വരെ പാഠ്യപദ്ധതിയിലില്ലായിരുന്നു ഡോക്ടർമാർക്ക്. ഒരു കഴിഞ്ഞ തലമുറയിലെ എനിക്കറിയാം, UK ഒരു കോളേജിൽ, ഏത് കോളേജിൽ പോയാലും 36 മുതൽ 100 മണിക്കൂർ വരെ സമയം സ്പെൻഡ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷനിലാണ്. ഇവിടെ 0 ആയിരുന്നു ഇതുവരെയും. ഇപ്പോഴും പാഠ്യപദ്ധതി കയറിയുന്നുള്ള ഇംപ്ലിമെൻറ്റേഷൻ വന്നിട്ടില്ല. അപ്പോൾ ഇതിലും ഒരു ശാസ്ത്രവും ആർട്ടും ഉണ്ട്. അതെ, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ റിലേഷൻഷിപ്പ് ബേസ്ഡ് ഓൺ ട്രസ്റ്റ് ആണെങ്കിൽ ഇത് മുഴുവൻ മനസ്സിലാക്കി കഴിയുമ്പോൾ, അപ്പോൾ ഡോക്ടറെ ഇവരിങ്ങനെ പറയുന്നു ബോംബെയിൽ ടാറ്റയിൽ കൊണ്ടുപോയാൽ ചാൻസ് ഉണ്ടെന്ന് എന്ന് പറയുകയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യട്ടെ, നിങ്ങൾക്ക് ഞാൻ മാത്രം പറയുന്നല്ലേ ഉള്ളൂ, ഇപ്പോൾ ഞാനൊരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറോട് കൂടെ കണക്ഷൻ തരാം, ഒന്ന് കൺസൾട്ട് ചെയ്യൂ, ഇന്ന ഡോക്ടറോട് ചോദിക്കൂ. അപ്പം ഞാൻ സത്യം ആത്മാർത്ഥമായിട്ട് പറയാൻ അറിയാമെന്നുള്ള ആളിൻ്റെ അടുത്തേക്കായിരിക്കും വിടുന്നത്. ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ ഞാൻ പറയുന്നു, അല്ല ഇങ്ങനെ സെക്കൻഡ് ഒപ്പീനിയൻ നല്ലതാണ്, പക്ഷേ 3rd, 4th, 5th കറങ്ങി നടന്നാൽ അവർ വിഷമിക്കും. അത് കഴിഞ്ഞ് വരൂ, നമുക്കൊന്നുകൂടെ സംസാരിക്കാം എന്ന് പറഞ്ഞാൽ ഇതിൽ കുറേ പേർക്ക് സത്യം സ്വീകരിക്കാനും, അപ്പോൾ പ്രയോറിറ്റി ഈ രോഗിയുടെ വെൽബീയിങ് ആണെന്നും തിരിച്ചറിഞ്ഞ് ആകുന്നിടത്തോളം സുഖമായിട്ട് അയാളുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ അയാളെ സഹായിക്കും. അതല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഇനിയൊന്നും ചെയ്യാനില്ല എന്നാണ് പറയുന്നതെങ്കിൽ ഡോക്ടർ ഷോപ്പിംഗ്, സിസ്റ്റം ഹോപ്പിംഗ്. ഈ ക്വസ്റ്റ്യൻ തന്നെ ഒരു ഡേഞ്ചറസ് ക്വസ്റ്റ്യനായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു സ്നേഹത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതല്ലേ. അങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എനിക്ക് സ്നേഹമില്ല, അവൻ അപ്പനെ നോക്കിയില്ല, അമ്മനെ നോക്കിയില്ല, അവൻ അവിടെ കൊണ്ട് കൊല്ലാൻ വിട്ടു, മരിക്കാൻ വിട്ടു എന്നുള്ളൊരു സംസാരം നമ്മൾ ലൈഫ് ലോങ് പിന്നെ അത് സഫർ ചെയ്യേണ്ടി വരില്ലേ? ഞാൻ ഈ ഒരു മോനോടോ മോളോടോ ഒക്കെ കൂടി ഇരുന്ന് സംസാരിക്കും. ചിലപ്പോൾ ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകും. കുറേ സംസാരിക്കുമ്പോൾ കുറേ അധികം റിസോൾവ് ചെയ്യും. ഞാൻ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോളൂ, ഒരു കാര്യം മനസ്സിൽ നിങ്ങൾ 3 പേരും ഉറപ്പിക്കണം, അച്ഛന് വേണ്ടി ഏറ്റവും നല്ലത് ചെയ്യുമെന്നും വേറെ ആരെയും ബോധിപ്പിക്കാൻ അച്ഛനെ കഷ്ടപ്പെടുത്തുകയില്ല എന്നും ഇപ്പോഴേ ഉറപ്പിച്ച് വയ്ക്കണം. ഒന്ന് നീതിയാണോ എന്ന് ആലോചിച്ച് നോക്കൂ. മറ്റേ അമ്മാവനെ പ്ലീസ് ചെയ്യാനും നാട്ടുകാരെ പ്ലീസ് ചെയ്യാനും എന്നെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്താനോ? എന്തായാലും കുറ്റം പറയുവേ. ഇനി ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും അവന് അങ്ങേർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ഇഷ്ടമില്ല, എന്തായാലും ഈ കുറ്റം പറയാനുള്ളത് കേൾക്കും. ഇവിടെ ഈ രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അച്ഛന് വേണ്ടി അല്ലെ അമ്മയ്ക്ക് വേണ്ടി ഏറ്റവും നല്ലത് ഞാൻ ചെയ്യും, നാട്ടുകാരെ പ്ലീസ് ചെയ്യാൻ ചെയ്യില്ല എന്ന് മനസ്സിൽ ഉറപ്പിക്കാൻ കഴിഞ്ഞ മക്കൾക്ക്
പിടിച്ചു നിൽക്കാം. അത് നേരത്തെ ഉറപ്പിച്ചില്ലെങ്കിൽ അയ്യോ അത് നോക്കണോ ഇത് നോക്കണോ എന്നും പറഞ്ഞ് ഇങ്ങനെ ഈ വ്യക്തിയെ ചുമന്ന് ഓടി നടക്കും. പക്ഷേ ഞാൻ എല്ലാം എൻ്റെ ഒരു ഫാമിലി റിലേറ്റഡ് ആയിട്ട് പറയാം. നമ്മുടെ ലാസ്റ്റിൽ ഹോസ്പിറ്റലായിരുന്ന സമയത്ത് തന്നെ ഓക്സിജൻ ലെവൽ താഴ്ന്നു എന്ന് പറഞ്ഞാൽ ആദ്യം കൊണ്ട് നമ്മളുടെ ഓക്സിജൻ മാസ്കും വെൻറ്റിലേറ്ററുമാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ അത് വെക്കണ്ട എന്ന് പറയുമ്പം അവിടെ ഒബ്വിയസ്ലി കുറേ പേരുണ്ടാവും, അപ്പോൾ നമുക്കുള്ളൊരു വോയിസ് കുറവായിരിക്കും. അപ്പം അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും നമ്മൾ? ഇത് നല്ല ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ കൂടെ വിചാരിച്ചില്ലെങ്കിൽ ഡോക്ടർമാരും നഴ്സുമാരും ഞങ്ങൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ ഈ ഓക്സിജൻ താഴാതെ മരിക്കണമെങ്കിൽ ലോറി കയറണം. മരണമെന്ന പ്രക്രിയയിൽ ശരീരത്തിൻ്റെ ഓരോ ഓർഗനായിട്ട് ഫങ്ഷൻ കുറയും. ഓക്സിജൻ ലെവൽ ഡ്രോപ്പ് ചെയ്തേ ഒക്കൂ. ഞാൻ വെല്ലുവിളിക്കാം, നോർമൽ ഓക്സിജനും വെച്ച് ഒരു ആക്സിഡൻ്റ് അല്ലാതെ മരിക്കാൻ ഒക്കുമോ നിങ്ങൾക്ക്? പറ്റില്ല. അവിടെയെല്ലാം ഓക്സിജൻ ഡ്രോപ്പ് ചെയ്യുന്നിടത്തല്ല, പ്രത്യേകിച്ചും കോവിഡ് കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും ഓക്സിമീറ്ററും ഉണ്ട്, ഓക്സിജൻ അവൈലബിലിറ്റി ഉണ്ട്. ഓക്സിജൻ കുറയുന്നിടത്തെല്ലാം ഓക്സിജൻ കൊടുക്കുക എന്നുള്ളത് ബുദ്ധിമോശമാണ്. ഞാൻ ആക്ച്വലി ചെയ്യുന്നത് പറയാം. ശ്വാസം മുട്ടായിട്ടാണ് വരുന്നത്, നമുക്ക് ഓക്സിജൻ വെച്ച് നോക്കാം. അതുകൊണ്ട് ശ്വാസം മുട്ട് കുറയുന്നെങ്കിൽ നമുക്ക് സാധാരണ 5 മിനിറ്റിന് അറിയാം, നമുക്ക് 10 മിനിറ്റ് വെച്ച് നോക്കാം. അദ്ദേഹത്തിന് അതുകൊണ്ട് പ്രയോജനം ഉണ്ടെങ്കിൽ നമുക്ക് തുടരാം, ഇല്ലെങ്കിൽ അത് കഴിഞ്ഞ് നിർത്താം. കാരണം ഇതിരിക്കുന്നത് പ്രയോജനം ചെയ്യാത്ത ആളിന് വളരെ വിഷമമായിരിക്കും. അദ്ദേഹത്തിന് ഈ എന്തോ അവിടെ ഇരുന്ന് ഒരു തടസ്സം ഉണ്ടാക്കുന്നത് പോലെ ആയിരിക്കും തോന്നുക. ഇത് നേരത്തെ പറഞ്ഞാൽ മിക്കവാറും എല്ലാവർക്കും മനസ്സിലാവും. മനുഷ്യർക്ക് കോമൺ സെൻസ് ഉണ്ട്. എക്സെപ്റ്റ് കുടുംബത്തിൽ ഡോക്ടറോ നഴ്സോ ഉണ്ടെങ്കിൽ ഇത് സ്വീകരിക്കാൻ പ്രയാസമായിരിക്കും. അതെ, അത് സ്വന്തം അനുഭവം നേരത്തെ പറഞ്ഞല്ലോ. പലപ്പോഴും ഇത്തരം നമുക്ക് അവിടെ ഡിസിഷൻ മേക്കിംഗ് പവറും വളരെ മിനിമൽ ആയിരിക്കുമല്ലോ. ഡോക്ടറോ നഴ്സോ കുടുംബത്തിലുണ്ടെങ്കിൽ വേണം. പക്ഷേ ഇല്ലെങ്കിൽ ഞാൻ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളോടും പറയും, ഡിസിഷൻ മേക്കിംഗ് പവർ കുറയാൻ പാടില്ല. അതായത് നെക്സ്റ്റ് ഓഫ് കിന്നാണ് തീരുമാനം എടുക്കേണ്ടത്. നെക്സ്റ്റ് ഓഫ് കിൻ പറയുന്നത് പോലെ ഡോക്ടർ നഴ്സും ആശുപത്രിയും ചെയ്യൂ. അല്ലാതെ ഉറക്കെ സംസാരിക്കുമെന്നുള്ളത് കൊണ്ടോ വലിയ പൊസിഷനിലിരിക്കുന്നത് കൊണ്ടോ വന്ന് ബഹളം ഉണ്ടാക്കുന്ന അമ്മാവൻ പറയുന്നത് പോലെ അല്ല ചെയ്യേണ്ടത്. പക്ഷേ ഇത് ഞാനിപ്പോൾ പറയുമ്പോൾ കുറേ പെയിനും ഉണ്ടാകും ജോഷിന്. ഒബ്വിയസ്ലി ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ റിഗ്രറ്റും ചിലപ്പോൾ ഉണ്ടാവാം. അപ്പോൾ ഡോക്ടർ ഇപ്പോൾ വെൻറ്റിലേറ്ററിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കൊരു കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അവർ ഗോയിങ് ടു ദ ലാസ്റ്റ് സ്റ്റേജ്, ഞാനൊരു റീസെൻ്റ്ലി 1, 2, 3 മരണങ്ങളൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ബന്ധുമിത്രാദികളായിക്കോട്ടെ, ദേ വിൽ ബി ക്രൈയിങ് ഔട്ട് ലൗഡ്. അപ്പോൾ അതെങ്ങനെ അതവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമോ? അതെപ്പോഴും എന്നെ അലട്ടിയിട്ടുണ്ട്. കാരണം രോഗിക്ക് ദേ ആർ ഗോയിങ് ടു അവരൊരു ഫിസിക്കൽ ബീയിങ്ങിൽ നിന്ന് മേ ബി ഒരു സട്ടിൽ ബീയിങ്ങിലോട്ട് പോവുമായിരിക്കാം. ആ ഒരു സമയത്ത് നമ്മൾ എങ്ങനെയാണ് അത് ചോദിക്കുന്നത് തന്നെ എന്നെ തന്നെ ഡീഫെയിം ചെയ്യുന്നതിന് തുല്യമായിട്ട്. വളരെ വളരെ വാലിഡാണ്. അതായത് നമ്മളിവിടെ ഈ ഏറ്റവും കൂടുതൽ ഉറക്ക നിലവിളിക്കുന്നത് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ അവിടെ സഫർ ചെയ്യുന്ന ബന്ധു ആവണമെന്നുമില്ല. അത് സങ്കടം വന്നു നിലവിളിച്ചു എന്നേ ഉള്ളൂ. അത് ഈ വ്യക്തിയെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് പലപ്പോഴും ആലോചിക്കാൻ സാധിക്കാറില്ല. അതൊരു സെൽഫിഷ് കൈൻഡ് ഓഫ് ലവ് ആണ്, സ്നേഹം. അതെ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ക്രൂരമായ സ്നേഹം എന്ന് പറയേണ്ടി വരും മറ്റേ വെന്റിലേറ്ററിൽ ഇടുക എന്നുള്ളത്. ഇവിടെ ആ വ്യക്തിയുടെ കാര്യം ആദ്യം ആലോചിക്കണമെങ്കിൽ അത്തരം ചർച്ചകൾ അവിടെ നേരത്തെ നടന്നിരിക്കണം. അവിടെ ബന്ധുക്കൾ, ക്ലോസ് റിലേറ്റീവ്സ് അവർ ഓൾറെഡി, അതായത് ഭാര്യയും മക്കളും അല്ലെങ്കിൽ ഭർത്താവും മക്കളും അവിടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വന്ന് നിലവിളിക്കുന്നത് ഒരു സഹോദരനോ സഹോദരിയോ ആണെങ്കിലും പതിയെ അവരെ കൂട്ടി അങ്ങ് പുറത്ത് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ അത് ചെയ്യാൻ അവിടെ ആളുണ്ടാവണം. കൂടുതൽ ആളുകളും
റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്ത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയുന്നവരാവണം. പക്ഷേ അവിടെ അങ്ങനെ നമ്മൾ പറയുമ്പോൾ എനിക്ക് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അവരുടെ വിഷമം കാരണം ചെയ്യുന്നതാണ്, അവർ കരഞ്ഞോട്ടെ, കുറച്ചും കൂടെ ഉറക്കെ കരഞ്ഞോട്ടെ എന്നുള്ള രീതിയിലായിരിക്കത്തില്ലേ? ഇതൊരു വാലിഡ് പോയിന്റ് തന്നെയാണ്. കാരണം അവർ സഫർ ചെയ്യാണ്. അതെ, നിലവിൽ അവർക്കൊരു കോപ്പിംഗ് മെക്കാനിസമാണ്. ആയിക്കോട്ടെ. പക്ഷേ ഇവിടെ ആരാണ് ഫോക്കസ് ഓഫ് കെയർ? അവിടെ എനിക്ക് സംശയമില്ല. യെസ്, അവിടെ ഫോക്കസ് വരേണ്ടത് ഏറ്റവും പ്രധാന വ്യക്തി മരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് ബോധമുള്ള സമയത്താണെങ്കിൽ, അദ്ദേഹത്തിന് അവിടെ ശാന്തതയാണ് വേണ്ടതെങ്കിൽ, എങ്കിൽ ഈ അനുഭവിക്കുന്ന വ്യക്തിയെ പതിയെ പിടിച്ച് പുറത്ത് കൊണ്ടുപോകേണ്ടി വരും. എൻ്റെ മനസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞു, കുടുംബത്തിനും കൂടെ ഉള്ളതാണ് വാലിയേറ്റീവ് കെയർ. ഫോർ ദ പേഷ്യൻ്റ് ആൻഡ് ഫാമിലി. ഫോർ ദ ഫാമിലി ആൻഡ് പേഷ്യൻ്റ് അല്ല, പ്രയോറിറ്റൈസ് ചെയ്യണം. ഈ നമ്മുടെ രാജ്യത്ത് ഈ നല്ല മരണം എന്നുള്ളതൊന്നുണ്ടോ? എൻ്റെ കാര്യം പറയാം. എൻ്റെ സമയം ഓക്കെ, ജോഷിനേക്കാളും എൻ്റെ പ്രായത്തിൽ എനിക്ക് മരണം കാണാൻ കുറച്ചുകൂടി എളുപ്പമാണ്. നേരെ മുമ്പേ നോക്കിയാൽ മതി. ഈ പ്രായത്തിൽ എനിക്ക് ഒരു നല്ല മരണം കിട്ടണം എങ്കിൽ അതെങ്ങനെയായിരിക്കും? എനിക്ക് ഏറ്റവും പ്രധാനം ശാരീരികമായിട്ട് കഠിന ദുരിതം ഉണ്ടാവരുത്. വേദനയോ ശ്വാസം മുട്ടോ ഒക്കെ ആണെങ്കിൽ ഒരു നല്ല മരണം കിട്ടില്ല. വേദനയെ ആ സമയത്തും നമുക്ക് മനസ്സിൽ നിന്ന് എടുത്തു മാറ്റാൻ പറ്റില്ല, ബാക്കി ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. അത് മൈൻഡ് സ്പേസിനെ ഫീൽ ചെയ്യും. അപ്പോൾ അത് ശാരീരികമായിട്ട് ഞാൻ റീസണബിളി കംഫർട്ടാവണം. എനിക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. ശരി, എനിക്കിഷ്ടപ്പെട്ടവർ അടുത്തുണ്ടായാൽ അതൊരു വലിയ ഭാഗ്യമായിരിക്കും. എനിക്ക് അത് ഒരു ഇൻഡിവിജ്വലിൻ്റെ പ്രിഫറൻസ് ആണ്. അതെ, മിക്കവാറും എല്ലാ മനുഷ്യർക്കും സ്നേഹമുള്ള ഒരു വ്യക്തി അവിടെ വേണം. പെട്ടെന്നൊരു പേടി തോന്നിയാൽ കൈ പിടിക്കാനൊരു കൈ ഉണ്ടാവണം. അത് ഇന്നത്തെ കാലത്ത് അതൊരു സ്പൗസോ കുട്ടികളോ ആകുമെന്ന് ഞാൻ വാശി പിടിക്കണ്ട. പക്ഷേ എന്നെ നോക്കുന്ന ടീമിലെ ഒരു വ്യക്തി എന്നെ ഉപേക്ഷിച്ചിട്ട് പോകാതെ അവിടെ ഉണ്ടാവണം. അത് ഡോക്ടറാവാം, നഴ്സാവാം. ഡോക്ടറാവാൻ സാധ്യത പിന്നെയും കുറവ്. ഒരു സോഷ്യൽ വർക്കറാവാം, ഒരു വോളണ്ടിയർ ആവാം. അവിടെ ഞാൻ ഒന്ന് കൈ മുറുക്കെ പിടിച്ചാൽ ആ മുറുക്കെ പിടിക്കാൻ അവിടെ കൂടെ ഇരിക്കാൻ ഒരാളുണ്ടെങ്കിൽ അതൊരു മഹാഭാഗ്യം. തനിച്ചായിട്ടുള്ള മരണത്തിന് ഒരു നല്ല മരണം എന്ന് പറയാൻ കുറച്ചുകൂടെ വിഷമമായിരിക്കും. മരിക്കുന്ന ഒരാൾ തനിച്ചാവാതിരിക്കണം. അവിടെ അയാൾക്ക് ഒരു ഫൈനൽ മെസ്സേജ് പറയാനുണ്ടായെന്ന് വരാം. ചേച്ചിയോട് പറഞ്ഞേക്കണേ എന്ന് ഒരർത്ഥം. എന്തു പറയാനാ? അതൊന്നും അറിയേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ കാര്യം ഭയങ്കര ടച്ചിങ്ങാണ്. കാരണം എൻ്റെ അപ്പച്ചൻ മരിച്ചപ്പോൾ 2-3 കാര്യങ്ങൾ പറഞ്ഞു. ഒരു കാര്യം ഇപ്പോഴും എല്ലാവരും പറയാറുണ്ട്, സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാടാ. അതുവരെ അപ്പച്ചൻ അങ്ങനെ സ്നേഹം അങ്ങനെ പ്രകടിപ്പിക്കാത്തൊരു മനുഷ്യനാണ്. അപ്പം എല്ലാവർക്കും പേടിയാണല്ലോ ആ ഒരു കാലഘട്ടത്തിൽ അപ്പൻ്റെ മുമ്പിൽ പോയി നിൽക്കുക എന്നുള്ളത്. അപ്പോൾ മമ്മി ആയിക്കോട്ടെ എല്ലാവരും ഇപ്പോഴും പറയുന്നൊരു കാര്യം സ്നേഹം പ്രകടിപ്പിക്കണം എന്നുള്ളതാണ്. ഞാൻ ചെറുപ്പത്തിലേ കേട്ടെ. പിന്നെ ഒരു കാര്യം പറയുന്നത്, നമ്മൾ കല്യാണത്തിന് പോയില്ലെങ്കിലും മരണത്തിന് പോകണം എന്ന് പറയും. ഈ 2 കാര്യങ്ങൾ ആക്ച്വലി എൻ്റെ ലൈഫിൽ ചെറുപ്പത്തിൽ ഭയങ്കര ഡീപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യം അപ്പോൾ ഇറ്റ്സ് ലൈക്ക് അതുപോലെ ഡീപ്പായിട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദെയർ ലൈഫ് ഐ തിങ്ക് they might be selling something very profound and deep which can shape the entire life of another human being തോന്നിയിട്ടുണ്ട്. എൻ്റെ ലൈഫ് ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്ത 2 കാര്യമാണ്. പക്ഷേ ഈ ആദ്യം പറഞ്ഞത് സ്നേഹം, ഇത് ഒരുപാട് കാണാറുണ്ട്. അപ്പൻ സ്നേഹം പുറത്ത് കാണിക്കില്ല, ഉള്ളിലുണ്ട്. അച്ഛന് ഭയങ്കര സ്നേഹമുണ്ട്, പക്ഷെ അച്ഛന് സ്നേഹം കാണിക്കാൻ അറിയില്ല.
ഇത് പിശുക്കൻ്റെ കയ്യിരിക്കുന്ന ധനം പോലെയാണ്, ഉം. ആർക്കും ഒരു പ്രയോജനമില്ല. അതല്ല ഈ ഉള്ളിൽ കരുതി വെച്ചുകൊണ്ടിരിക്കുക. മറ്റേയാൾക്ക് കിട്ടുന്നില്ല. അയാൾക്ക് മെറ്റീരിയലായിട്ട് അയാളുടെ ഫീസ് കൊടുക്കുന്നുണ്ടാവും, തല്ലു കൊടുക്കുന്നുണ്ടാവും, ഒബ്വിയസ്ലി. ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ സ്നേഹം വ്യക്തിക്ക് കിട്ടണം. അത് കുട്ടികൾ സ്നേഹം അനുഭവിച്ച് വളരേണ്ടത് അവരുടെ മാനസിക ഡെവലപ്മെൻറ്റിന് വളരെ പ്രധാനമാണ്. അപ്പോൾ മറ്റേ പിശുക്കൻ്റെ ധനം വലിയ പ്രയോജനമില്ല. പിന്നെ ഇത് അങ്ങനെ ഉള്ള ഒരു വ്യക്തിക്ക്, അതായത് മനുഷ്യർ പലതരമല്ലേ, ഇൻട്രോവേർട്സ് ഉണ്ട്, എക്സ്ട്രോവേർട്സ് ഉണ്ട്. ചിലർ ഭയങ്കര ഇൻട്രോവേർട്സ് ആയിരിക്കും, അവർക്കും സ്നേഹത്തിന് ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷെ ചോദിച്ച് വാങ്ങിക്കാൻ അറിയില്ല, കൊടുത്തിട്ടുമില്ല. അതൊരു ദയനീയ സ്ഥിതിയാണ്. അപ്പോൾ ഞാൻ എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും, വെറുതെ പെട്ടിയിലിട്ട് പൂട്ടി വയ്ക്കേണ്ട സ്നേഹം, അത് കൊടുത്തേ തീരൂ, കിട്ടുന്ന ആളിന് കിട്ടിയേ തീരൂ. അപ്പോൾ നമ്മൾ ഡിഗ്നിഫൈഡായിട്ട് അല്ലെ നല്ല മരണം എന്ന് പറയുമ്പോൾ ഇത് സംസാരിക്കുകയും വേണം. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് എത്രത്തോളം വാലിഡിറ്റി അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ലിവിങ് വിൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് റീസെൻ്റ്ലി കുറച്ച് വന്നിട്ടുണ്ടെന്ന്. ലിവിങ് വില്ലിന് മുമ്പ് വെറും വില്ല്, മരണപത്രം, അൺഫിനിഷ്ഡ് ബിസിനസ് എക്സിക്യൂട്ട് ചെയ്യണം. അൺഫിനിഷ്ഡ് ബിസിനസ് അത് ഒരു വില്ലെഴുതി വയ്ക്കലാവാം, പിന്നെ ഒരു സുഹൃത്തിനെ ഒന്നുകൂടെ കാണുന്നതാവാം, പിണങ്ങിയിരിക്കുന്ന ഒരു ബന്ധുവിനെ വീണ്ടും ഒന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്നതാവാം. അൺഫിനിഷ്ഡ് ബിസിനസ് ഉണ്ടെങ്കിൽ അത് സെറ്റിൽ ചെയ്തിരിക്കണം. ഈ കണ്ടറിയാമല്ലോ, ഞാൻ എത്രയോ കാലമായിട്ട് ഏൻഷ്യൻറ്റ് മാരിനറാണ്. അപ്പോൾ ഞാൻ ഒരു 2 കൂടുതൽ തലമുറകളിൽ കൂടെയുള്ള മെഡിക്കൽ പ്രാക്ടീസ് കണ്ടിട്ടുണ്ട്. ഈ ടേൺ ഓഫ് ദ സെഞ്ച്വറിക്ക് ശേഷം കഴിഞ്ഞ 25 വർഷത്തിൽ വന്ന വലിയൊരു വ്യത്യാസം, അതിനു മുമ്പ് ഇൻറ്റൻസീവ് കെയർ ഉണ്ടായിരുന്നു. ഇൻറ്റൻസീവ് കെയർ മനുഷ്യനെ രക്ഷിച്ച് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിരുന്നു. അല്ലാതെ മരിക്കുന്നവർക്ക് ഇൻറ്റൻസീവ് കെയർ എന്നൊരു പരിപാടി ഉണ്ടായിരുന്നില്ല. ഇല്ലായിരുന്നു. വീട്ടിലായിരുന്നു എല്ലാവരും. വല്യപ്പച്ചനും ഒക്കെ മരിക്കുന്ന വീട്ടിൽ. ആശുപത്രിയിലാണെങ്കിൽ തന്നെയും, അതായത് ഈ വീട്ടിലെന്നുള്ളത് എല്ലാവർക്കും അവനവൻ്റെ കിടക്കയിൽ വേറെ യു ഫീൽ കണക്റ്റഡ്, അവിടെ വേണമെന്നാണ് ആഗ്രഹം. പക്ഷേ അവിടെ അത്യാവശ്യത്തിന് ഹെൽത്ത് കെയർ കിട്ടണം. അതെ. ഒരു ഉദാഹരണത്തിന് രാത്രിയിൽ ഒരു അപസ്മാരം വന്നു, അല്ലെങ്കിൽ രാത്രി 2 മണിക്ക് ശ്വാസം മുട്ട് കൂടി, വീട്ടിൽ കിടന്ന് എന്തോ ചെയ്യും? ഓടി വരാൻ പാലിയേറ്റീവ് കെയറുകാർ ഇന്ത്യയിലാകെ 2 24 അവർ കവറേജുള്ള, ഇന്ത്യയല്ല കേരളത്തിൽ 2 24 കവറേജുള്ള പാലിയേറ്റീവ് കെയറുള്ള, ഒന്ന് പെയ്ഡാണ്. അപ്പോൾ അങ്ങനെ കെയർ കിട്ടാൻ വേണ്ടി ചിലപ്പോൾ ആശുപത്രിയിലോ ഒരു പാലിയേറ്റീവ് കെയർ സെൻറ്ററിലോ പോയി കിടക്കേണ്ടി വന്നിരിക്കും. അത് വ്യക്തിയുടെ ചോയ്സ്. വീട്ടിൽ കഴിയാൻ ചൂസ് ചെയ്യുന്നവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു ടെലിഫോണിക് കോണ്ടാക്റ്റിനുള്ള സൗകര്യമെങ്കിലും കൊടുക്കണം. അപ്പോൾ അത് വ്യക്തിയുടെ ചോയ്സാണ്. പക്ഷേ അവിടെ മരിക്കുന്നവർക്കുള്ള സ്ഥലം ഇൻറ്റൻസീവ് കെയർ എന്ന് പറഞ്ഞാൽ ക്രൂരമാണ്, അതിക്രൂരമാണ്. ക്രൂരം എന്ന് പറഞ്ഞ് ഞാനൊന്ന് മോഡിഫൈ ചെയ്തു. കാരണം എസ്പെഷ്യലി ഇൻ അവർ കൺട്രി, വിദേശത്ത് കൂടുതൽ ഫാമിലി മെമ്പേഴ്സിനെ ICU കയറ്റി തുടങ്ങി. US ഒരു കണക്ക് ഏതാണ്ട് 1/3 ഓഫ് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ്സിൽ ഫാമിലി മെമ്പർക്ക് കിടക്കാൻ അവിടെ ഒരു കോച്ചുണ്ട്. അവരെ എൻകറേജ് ചെയ്യുകയാണ്. ഫാമിലി മെമ്പേഴ്സിന് കിട്ടാത്ത പ്രശ്നമേ ഉള്ളൂ. ഇവിടെ അത് തീരെ ഇല്ല എന്ന് പറയാം. അപ്പോൾ ഈ ലോൺലി ഡെത്ത്, നല്ല മരണം എന്നുള്ള പ്രിൻസിപ്പിളിൻ്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് എന്ന് മാത്രമല്ല, ശാരീരികമായിട്ട് ഒരുപാട് ഇൻഫ്ലിക്ഷൻ സഫറിങ് ഉണ്ട്. ഓക്സിജൻ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഓക്സിജൻ വയ്ക്കുന്ന കാര്യം പറഞ്ഞല്ലോ. ഇതിവിടെ വെച്ചാൽ എൻ്റെ ശ്വാസം ആവശ്യത്തിനില്ലെങ്കിൽ പ്രയോജനമില്ലല്ലോ. അപ്പോൾ ഉടനെ ട്യൂബ് ഇട്ട് ആർട്ടിഫിഷ്യൽ വെന്റിലേറ്റർ കണക്ട് ചെയ്യാൻ വെച്ചാൽ ആഗണൈസിങ്, എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിനാണ്. ഓരോ ട്യൂബിലും, ഓരോ ഓറിഫിസിലും ഓരോ ട്യൂബ്. എന്തൊരു ക്രൂവൽ എൻഡിങ്ങാണ്. ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ ഒക്കില്ല. പേടിയായാൽ നിലവിളിക്കാൻ പോലും വയ്യ, കാരണം തൊണ്ടയിലുള്ള ട്യൂബുള്ളപ്പോൾ ശബ്ദം പുറത്തു വരില്ല. ഞാൻ
പേടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കതിനെപ്പറ്റി ഒട്ടും കുറ്റബോധമില്ല. ഞാൻ ഇൻറ്റൻസീവ് കെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് രോഗം മാറിക്കിട്ടാൻ സാധ്യതയുള്ള സമയത്ത് അതിന് വാല്യൂ ഉണ്ട്. അതില്ലാത്തവരെയെല്ലാം എനിക്ക് ജീവിതം വലിച്ചു നീട്ടേണ്ട കടമയുണ്ടെന്ന് വിചാരിച്ച്, ജീവിതം എന്ന് വെച്ചാൽ ഒരു മിടിക്കുന്ന ഹൃദയം മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഡോക്ടർമാർ ഉള്ളിടത്ത് എനിക്ക് പേടിയാണ്. ഞാൻ ലിവിങ് വിൽ എഴുതി വെച്ചിട്ടുണ്ട്. ലിവിങ് വിൽ, അഡ്വാൻസ് മെഡിക്കൽ ഡയറക്റ്റീവ് എന്നാണ് പറയും. ഡോക്ടർ ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ എഴുതുന്നതിൻ്റെ ഏറ്റവും പ്രധാന ഭാഗം കുടുംബാംഗങ്ങളുമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. ഞാൻ എന്തൊക്കെ എഴുതി വെച്ചാലും ഒരു ബുദ്ധിയുള്ള ഡോക്ടർക്കറിയാം മരിച്ചു കഴിഞ്ഞ് ഞാൻ കോടതിയിൽ പോവില്ല, ഫാമിലി കോടതി പോയേക്കും. അപ്പോൾ ഏറ്റവും പ്രധാനം എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും അത് പരിപൂർണമായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. ഞാനതെഴുതി എൻ്റെ മെഡിക്കൽ റെക്കോർഡ്സൊക്കെ ഇരിക്കുന്ന ഫയലിൻ്റെ ടോപ്പിൽ വെച്ചിട്ടുണ്ട്. ഞാൻ മീനിങ്ലെസ് ആയിട്ടുള്ള കൃത്രിമ ജീവനോപാധികൾ വേണ്ട എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എൻ്റെ അവസാനത്തെ ആഗ്രഹങ്ങൾ ഞാനത് എഴുതിയിട്ടുണ്ട്. ഇതിന് ഇപ്പോൾ ലീഗൽ വാലിഡിറ്റി ഉണ്ട്. ഞാനൊരു ഗസറ്റഡ് ഓഫീസർ കൊണ്ട് ഒപ്പിടുവിച്ച് കഴിഞ്ഞാൽ അത് ലീഗലി വാലിഡ് ഡോക്യുമെൻ്റായി. ഈ 2 മാസം മുമ്പ് മാർച്ച് 11 ഒരു സുപ്രീം കോടതി വിധിയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഇത് ചെയ്യണമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇത് ചെയ്യുന്നത് നിയമവിധേയമാണെന്ന് മാത്രമല്ല, ഇത് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ ഡോക്ടറുടെ ഉപദേശത്തിനെതിരെ ഞാൻ വീട്ടിൽ കൊണ്ടുപോകുമെന്ന് എഴുതി വെച്ച് ഫാമിലിയെ കൊണ്ട് പറഞ്ഞു വിടുന്നത് തെറ്റാണ്. ഇത് വേണ്ടെന്ന് വെച്ചാലും സപ്പോർട്ടീവ് ഓർ പാലിയേറ്റീവ് കെയർ കൊടുക്കാൻ ആരോഗ്യ സംവിധാനത്തിന് കടമയുണ്ട് എന്ന് ഈ സുപ്രീം കോടതി മാർച്ച് 11, 2026 ഹരീഷ് റാണ കേസ് എന്ന് പറഞ്ഞ് പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു. ആ കേസിൻ്റെ വിധിയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ലിവിങ് വില്ലിൻ്റെ കാര്യം പറഞ്ഞു, ഈ ഒരു ക്വസ്റ്റ്യൻ കോൺട്രവേഴ്സി ആവുമെന്നറിയില്ല, എന്നെ സ്വയം ഇടിച്ചതാക്കുമെന്നറിയില്ല, എന്നാലും ചോദിക്കുകയാണ്. നമ്മൾ ഈ മരണത്തെപ്പറ്റി സംസാരം വളരെ കുറവാണെന്ന് നമ്മൾ സംസാരിച്ചു. ഒരു വീട്ടിൽ അതിനെപ്പറ്റി സംസാരിക്കുന്നത് തന്നെ വളരെ വിരളമായിട്ടാണ്. അന്നീ അവർ എഴുന്നേറ്റ് പോവും, ഇതിനെപ്പറ്റി എന്തിനാ സംസാരിക്കുന്നതെന്ന് ചോദിക്കും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ ലിവിങ് വില്ലിനെ പറ്റി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണമല്ലോ. എനിക്ക് എഴുതണം, അതേപോലെ തന്നെ ഞാൻ വീട്ടുകാരിൽ പറയണം, അതേപോലെ തന്നെ എൻ്റെ ഫാമിലിയുള്ളവരുടെ അടുത്തും ഈ ഒരു കാര്യം ചോദിക്കണം. അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ ഇത് ഹെൽത്തി ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണം. റീസെൻ്റ്ലി നമ്മളപ്പോൾ അത് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ മരണം ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു രീതിയിലാവുമല്ലോ, അതൊരു ആംഗിൾ പിക്ചറൈസ് ചെയ്യാൻ പറ്റും എന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നു, രണ്ട് സൈഡും ചിന്തിക്കുമ്പോൾ. അപ്പോൾ ഇതിനെ എങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടൊരു ഫാമിലിയിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. ഇത് അവരുടെ ഭാവിക്ക് ഏറ്റവും പ്രധാനമാണ്. സ്നേഹിക്കുന്ന അച്ഛനോ അമ്മയ്ക്കോ അപ്പൂപ്പനോ അമ്മൂമ്മയ്ക്കോ ഒക്കെ അവരുടെ ജീവിതത്തിൽ വളരെ നിർണായകമായ ഒരു കാര്യമാണ്. അത് ചെയ്യാൻ, അതിനെപ്പറ്റി ചിന്തിക്കാൻ കഴിവുള്ളത് കൊണ്ട് തന്നെ അത് ചെയ്യാൻ കടമയുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി ചെയ്യണം എന്നുള്ള, അവർക്ക് വേണ്ടി ചെയ്താൽ പോരാ, അവരെഴുതി വയ്ക്കണം. ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടി തീരുമാനം എടുക്കാം. യെസ്, പക്ഷേ അവർ ഇൻകോമ്പിറ്റൻ്റ് ആണെങ്കിൽ മാത്രം. പക്ഷേ ഈ പറഞ്ഞ അപ്പം നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ഈ ഒരു നേത്രദാനം ചെയ്യണം എന്ന് പറയുമ്പോൾ ഞാൻ മരിച്ചാലല്ലേ നേത്രദാനം ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരു രീതി വരത്തില്ലേ? എന്തിനാടാ അശുഭമായിട്ടുള്ള കാര്യം പറഞ്ഞുകൊണ്ട് വരുന്നേ? അതെ, നിനക്കെന്താ ഞാനിപ്പോൾ മരിക്കണോ എന്നായിരിക്കും മനസ്സിൽ ചിലപ്പം പറയുന്നതും ചിലപ്പോൾ വാക്കിൽ പറയുന്നതും. അല്ല, പല രീതിയിലുണ്ടാവാം. ഞാൻ ഒരു സജഷൻ പറയട്ടെ. 18 വയസ്സ് കഴിഞ്ഞ് ആർക്കും അഡ്വാൻസ് മെഡിക്കൽ ഡയറക്റ്റീവ് എഴുതാം. ഓക്കെ, വയസ്സാവണമെന്നൊന്നുമില്ല. ഒരു ആക്സിഡൻറ്റ് വരാൻ ആർക്കും പറ്റും, ഏത് പ്രായത്തിലും പറ്റും. ഇൻഫാക്റ്റ് ചെറുപ്പക്കാർക്കാണ് കൂടുതൽ മോട്ടോർ ബൈക്ക് ആക്സിഡൻറ്റ് വരുന്നത്. അപ്പോൾ ഒരു അഡ്വാൻസ് മെഡിക്കൽ ഡയറക്റ്റീവ് എഴുതൂ. എന്നിട്ട് അച്ഛാ അമ്മേ ഞാനിതാ ലിവിങ് വിൽ എഴുതി. ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞേക്കുന്നത് എല്ലാവരും ഇത് എഴുതി വയ്ക്കുന്നതാണ് നല്ലതെന്നാണ്. ഞാനിതാ ഇന്ന കാര്യങ്ങളാണ് എഴുതിയേക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർ വഴക്ക് പറഞ്ഞാലും വിടണ്ട. അല്ല അച്ഛാ, അച്ഛൻ തെറ്റിദ്ധരിക്കുന്നതാ, ഇത് ആർക്കും സംഭവിക്കാം, എപ്പോഴും സംഭവിക്കാം, പ്രിപ്പയർഡായിരിക്കുന്നത് നല്ലത്, എനിക്കിത് നിർബന്ധമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞാൽ
നമുക്കത് ഓപ്പൺ ചെയ്യാം, കോൺവെർസേഷൻ ഓപ്പൺ ചെയ്യാം. കോൺവെർസേഷൻ ഓപ്പൺ ചെയ്യാം. ഇത് എൻ്റെ അഭിപ്രായത്തിൽ അച്ഛനും അമ്മയും എല്ലാം ചെയ്യണമെന്ന അഭിപ്രായം. എന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ അവർ റെഡിയായില്ല എന്ന് വരും. പക്ഷെ ചിലപ്പോൾ 2 ആഴ്ച കഴിയുമ്പോൾ, എടാ നീ പറഞ്ഞില്ലേ ലിവിങ് വിൽ, അതിൻ്റെ കാര്യം ഒന്നുകൂടെ പറയും എന്ന് പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും നല്ലത്, ഇത് സ്വയം എഴുതുന്നത്. അത് ഒരു കാര്യം. ഇത് ജോഷിന് ചെയ്യേണ്ടി വരരുത്. ഇത് ചെയ്യേണ്ടത് സമൂഹത്തിൽ ഇതിനെപ്പറ്റി ചർച്ച നടക്കണം. അച്ഛൻ കേൾക്കുന്നത് ജോഷിൻ്റെ തന്നെ ആവണ്ടല്ലോ. അതായത് ഈ അടുത്ത കാലത്ത് പബ്ലിഷ് ചെയ്ത ഒരു ലാൻസെറ്റ് കമ്മീഷൻ റിപ്പോർട്ട് ഓൺ വാല്യൂ ഓഫ് ഡെത്ത്, മരണത്തിൻ്റെ മൂല്യത്തെപ്പറ്റി ഒരു റിപ്പോർട്ട് എഴുതിയതിൽ ഒരു പ്രധാന പ്രശ്നം, നിങ്ങളെല്ലാം ഇപ്പോൾ ഡെത്ത് ഇല്ലിറ്ററേറ്റാണ്. 2 തലമുറ മുമ്പേ നിങ്ങളൊക്കെ ഡെത്ത് ലിറ്ററേറ്റ് ആയിരുന്നു. ഞങ്ങൾ കുട്ടിക്കാലത്ത് മരണം കണ്ടു വളർന്നവരാ. ഇപ്പോഴത്തെ കുട്ടികൾ മരണം കാണുന്നില്ല. പരീക്ഷ ഉണ്ടെങ്കിൽ വിളിക്ക് വരത്തില്ല, അവർക്ക് പരീക്ഷയാണ് എന്ന് പറയാറുണ്ട്. പലപ്പോഴും കണ്ടിട്ടുണ്ട്. എസ്പെഷ്യലി ക്ലോസ് റിലേറ്റീവ്സ് ഒക്കെ, മോന് പരീക്ഷ, അതുകൊണ്ട് അമ്മയും വരത്തില്ല, പരീക്ഷ ആയതുകൊണ്ട്. അവിടെ ആ ഒരു പരീക്ഷയാണ് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന കാര്യമെന്ന് അവർ തെറ്റിദ്ധരിക്കുന്നു. അവൻ്റെ മാനസിക വളർച്ചയോ അവളുടെ മാനസിക വളർച്ചയോ കണക്കിലെടുക്കുന്നില്ല. റിലേഷൻഷിപ്സിൻ്റെ വാല്യൂ പരിപൂർണമായിട്ട് ഇല്ലാതാക്കിയിട്ടാണ് ആ കുട്ടി വളരുന്നത്. അപ്പോൾ ഈ ഡെത്ത് ലിറ്ററേറ്റ് ആവണം സൊസൈറ്റി. ഇപ്പോൾ ഈ പോഡ്കാസ്റ്റ് ചെയ്തിട്ട് ജോഷി ചെയ്യുന്നതും അത് തന്നെയാണ്. അതെ, നമ്മൾ ഡെത്ത് ലിറ്ററസിയെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. മരണം ഇനവിറ്റബിളാണ്. ആവശ്യമില്ലാത്ത ദുരിതവും ആവശ്യമില്ലാത്ത മാനസികാഘാതവും രോഗിക്കും കുടുംബത്തിനും ഒഴിവാക്കണമെങ്കിൽ ഡെത്ത് ലിറ്ററസി തിരിച്ചു കൊണ്ടുവരണം. അത് തിരിച്ചു കൊണ്ടുവരാൻ സോഷ്യൽ കോൺവെർസേഷൻസാണ് ഏറ്റവും നല്ല മാർഗം. ഞാൻ സ്വന്തം ലിവിങ് വിൽ എഴുതുന്ന ഒരു പരിഹാരം പറഞ്ഞെങ്കിലും ഞാൻ ആദ്യം പറയേണ്ടത് അതല്ല. ഇത് ഒരു പൊതുജനങ്ങളുടെ സംസാര വിഷയമാവണം. അതെ. അപ്പോൾ ഡോക്ടർ, ആർ യു അഫ്രൈഡ് ഓഫ് യുവർ ഓൺ ഡെത്ത്? ഞാൻ എൻ്റെ മരണത്തെ ഭയക്കുന്നില്ല, പക്ഷേ മരിക്കുന്ന രീതിയെ ഭയക്കുന്നു. എനിക്ക് മരിക്കാൻ അതിന് ഇത്രയും കാലം ജീവിച്ചില്ലേ, അയ്യോ എനിക്ക് സാമാന്യം നല്ല ഭാഗ്യവാനാണ്, ഞാൻ ഒരുമാതിരി ആരോഗ്യത്തോടെ ഇത്രയും കാലം കഴിച്ചു, ഇനിയിപ്പോൾ സമയമായി പോവാം എന്ന് എനിക്ക് ഒരു സംശയമില്ലാതെ മനസ്സിലുറപ്പുണ്ട്. പക്ഷേ ആശുപത്രിയിൽ IC യൂണിറ്റിലെങ്ങാനും കൊണ്ട് കയറ്റിക്കളയോ, എന്തെങ്കിലും അബദ്ധത്തിന് ഞാൻ പോകുന്ന വഴിയിൽ വല്ലതും സംഭവിച്ചിട്ട് അവരെ എടുത്തോണ്ട് പോയി എന്നെ എവിടെ കൊണ്ടിടും, അതിന് ഭയങ്കര ഭയമാണ് ഇപ്പോഴും. നോട്ട് അഫ്രൈഡ് ഓഫ് ഡെത്ത്, ഐ എം അഫ്രൈഡ് ഓഫ് ദ ഡൈയിങ് പ്രോസസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ മെഡിക്കൽ സിസ്റ്റം ടുഡേ. സുഹൃത്തുക്കളെ, ഫെലോ പ്രൊഫഷണൽസ്, ദേഷ്യം വരരുതേ, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, എനിക്ക് പേടിയാണ്. നിങ്ങൾ എനിക്ക് ഇനപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു പോകുമോ എന്ന് എനിക്ക് ഭയമുണ്ട്. ഞാൻ ലിവിങ് വില്ല് എഴുതിയിട്ടുണ്ട്, പക്ഷേ വഴിയിൽ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് വല്ലതും പറ്റിപ്പോയാൽ ഇതെല്ലാം കയ്യിരിക്കുകയുള്ളൂ. അതിനെ ഭയം. എനിക്ക് ആ സഫറിങ് ഒഴിവാക്കി കിട്ടണമെന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ ലിവിങ് വില്ല് എന്താ ചെയ്യുന്നത് അതേപോലെ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അത് ചെയ്യുകയും സമൂഹത്തിൽ ഇതുപോലുള്ള ചർച്ചകൾ ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ ആ സഫറിങ്, ആ ലാസ്റ്റ് മിനിറ്റിലെ കാര്യം ഇപ്പോൾ പറഞ്ഞല്ലോ, പ്രോസസ് ഓഫ് ഡൈയിങ്, ആ സമയത്ത് ഡോക്ടർ ഒരുപാട് പേരുടെ കൂടെ ഇരുന്നിട്ടുണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ റൂമിൽ ആക്ച്വലി എന്താണ് നടക്കണേ? അതായത് ഒരു മരണം സംഭവിക്കുമ്പോൾ ആ റൂമിൽ, നോട്ട് ആസ് എ ഡോക്ടർ, മെഡിക്കലി അവിടെ ശ്വാസം കുറയുന്നു, ഹാർട്ട് ബീറ്റ് കുറയുന്നു എന്ന് എനിക്ക് മനസ്സിലാവും. അവിടെ ക്യൂരിയോസിറ്റി ചോദിക്കണം, ആ റൂമിലെ സ്പേസ് എനർജറ്റിക്കലി അല്ലെ ഡൈനാമിക്കലി എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ എന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ ഡോക്ടർ? പക്ഷേ ഞാൻ ഇക്കാര്യത്തിൽ വളരെ മോശം. ഞാൻ വളരെ മെറ്റീരിയൽ ഒരു മനുഷ്യന്. സാധാരണ ഒരു ആത്മീയ തലത്തിൽ അങ്ങനെ ചിന്തിച്ച് ഫീൽ ചെയ്യാനുള്ള കഴിവൊന്നും എനിക്കില്ല. എനിക്കറിയുന്നത് ആ കുടുംബം സ്വീകരിച്ചു കഴിഞ്ഞോ, ഞാൻ കൂടെ ഇരിക്കുന്നുണ്ടെങ്കിലും അത് കുടുംബമില്ലാത്തടത്ത് ഞാൻ കുടുംബമാകുമ്പോഴാണ് കൂടെ ഇരിക്കുന്നത്.
ഇല്ലെങ്കിൽ ആ സമയത്ത് ആ പാർട്ട്ണറോ മക്കളോ ഒക്കെ ആയിരിക്കണം അവിടെ ഇരുന്ന് കൈപിടിക്കുന്നത്. അപ്പോൾ ഇവർ എൻ്റെ അടുത്ത് സംസാരിക്കണമെന്നൊരു ആഗ്രഹം കാണിച്ചാൽ ഞാനിവിടെ ഒരു മിനിറ്റ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കും. അല്ലെങ്കിൽ അത് വളരെയധികം ഒരു ഫാമിലി മാറ്ററാണ്. ഇനി ഒരാളിന് ഫാമിലി ഇല്ലെങ്കിൽ ഞങ്ങൾ ഫാമിലി ആവണം. ഓക്കെ. പിന്നെ അവിടെ ആത്മീയ തലത്തിൽ വേറെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? എനിക്കൊരു പിടിയില്ല. അപ്പോൾ അടുത്ത ചോദ്യം അതായിരുന്നു, മരണത്തിന് ശേഷം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതായിരിക്കും. അപ്പോൾ ഓൾറെഡി ഉത്തരം പറഞ്ഞു. അത് ചില മനുഷ്യർക്ക് അതിനെപ്പറ്റിയൊക്കെ വളരെ ക്യൂറിയോസിറ്റി. എനിക്ക് അത്ര വലിയ ക്യൂറിയോസിറ്റി ഒന്നുമില്ല. കാരണം ഇത്രയും കാലം ഈ ചോദിച്ച് ഡിസ്കസ് ചെയ്യുന്നവർ തലയറിഞ്ഞ് ഡിസ്കസ് ചെയ്യുന്നതല്ലാതെ ഒരു സൊല്യൂഷനിലെത്തിയായിട്ട് കാണിയിട്ടില്ല. ഒരു റിലീജിയസ് ബിലീഫിൽ ഇൻറ്റൻസ് ഫെയ്ത്ത് ഉള്ളവർക്ക് അതനുസരിച്ച് അങ്ങോട്ട് പോകാം. ഓക്കെ, ഞാൻ അവിടെ ചെല്ലുമ്പോൾ അപ്പം കാണാം. അങ്ങനെ ആലോചിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും മരണം അടുത്ത് കാണുകയും ഇത്രയും ആളുകളുടെ സഫറിങ്ങിലൂടെയാണ് ഡോക്ടർ, എനിക്ക് തോന്നുന്നൊരു 50 വർഷമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം. 50 എനിക്കറിയില്ല, എന്നാലും. അപ്പോൾ എങ്ങനെയാണ് ചിരിക്കാൻ പറ്റുക? എപ്പോൾ ചിരിച്ചതുപോലെ? അയ്യോ, ചിരിയുടെ വാല്യൂ കൂടുതൽ എനിക്കറിയാം. അവിടെ എന്തൊക്കെയാണ് ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളതെന്ന് എനിക്കറിയാം. എനിക്ക് കിട്ടിയ ആരോഗ്യത്തിൻ്റെയും എനിക്ക് കിട്ടിയ ജീവിതത്തിൻ്റെയും വാല്യൂ എനിക്ക് തോന്നുന്നത് ഒരു സാധാരണ മട്ടിൽ ഇതുമായിട്ട് ബന്ധമില്ലാതെ ജീവിക്കുന്ന ആളിനേക്കാളും എനിക്കറിയാം. സന്തോഷത്തിൻ്റെ വില അറിയാം. എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡുണ്ട്. ഗ്രേറ്റ്ഫുൾ ഫോർ ദ ലൈഫ് ഐ ഹവ് ഹാഡ്, റിലേഷൻഷിപ്സ് ഐ ഹവ് ഹാഡ്, ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് ടൈം. ആ സമയത്തിൻ്റെ വില ഞാൻ ഒരുപാട് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ചിരിക്കാൻ ധാരാളം പറ്റും. ഇത് ചിലപ്പോൾ ജോഷ് ചോദ്യത്തിൻ്റെ പുറകിലുള്ള ഒരു ചോദ്യം, ഞങ്ങൾ പാലിയേറ്റീവ് കെയറിൽ എത്ര ലക്ഷക്കണക്കിന് ആളുകൾ വർക്ക് ചെയ്യുന്നു ഈ ഫീൽഡിൽ, ഞങ്ങളെല്ലാവരും സദാസമയവും ഗ്ലൂമിയായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണോ? അല്ല, ഞാനവിടെ വന്നപ്പോഴും എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണ്. പിന്നെ സാധാരണ ഹോസ്പിറ്റലിൽ കാണുന്ന പോലെ സൈലൻസ് എന്നൊരു ബോർഡല്ലായിരുന്നു, ലിസൺ എന്നൊരു ബോർഡാണ് കണ്ടത്. ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. സാധാരണ ഹോസ്പിറ്റലിൽ പോകുമ്പം സൈലൻസ് പ്ലീസ് എന്നുള്ളതാണ്, പക്ഷെ അവിടെ എല്ലായിടത്തും നോക്കുന്നിടത്തെല്ലാം ലിസൺ 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 എന്നുള്ള ബോർഡാണുള്ളത്. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടാണ് സംസാരിക്കുന്നതും. എന്നെ എടുത്തതാണ്, എൻ്റെ അടുത്ത് സംസാരിച്ചതാണെങ്കിലും. ഗ്രാറ്റിറ്റ്യൂഡുണ്ട് ഞങ്ങൾക്ക് ജീവിതം എത്ര നശ്വരമാണെന്നറിയാം. അവിടെ എപ്പോഴ് എന്തൊക്കെ സംഭവിക്കാമെന്നറിയാം. ആ വ്യക്തിക്ക് ഈ മരണം സംഭവിക്കുന്നു, അവിടെ അവർക്ക് കുറച്ച് ആശ്വാസം കൊടുക്കാൻ അവസരമുണ്ടായി എന്നുള്ളത് വളരെ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുന്ന കാര്യമാണ്. എത്ര പേർക്കുണ്ടാ ഭാഗ്യം? എല്ലാവരും അങ്ങനെ ഒരു വ്യക്തിക്ക്, എന്നെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരാളിന് ഒന്ന് കൂടെ സമയം കൊടുക്കാൻ, അത് ഒരു വാല്യൂ തന്നെ. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കുന്നവരല്ല. ഞങ്ങൾ ചിരിക്കുകയും ജീവിതം എനിക്ക് തോന്നുന്നു പലപ്പോഴും മിക്കവാറും ഒരു ശരാശരി വ്യക്തിയെക്കാളും കൂടുതൽ ആസ്വദിക്കുകയും എക്സ്പീരിയൻസ്, പ്രൊഫൗണ്ട്നെസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകളായിട്ട് തോന്നാണ്ട്. എനിക്ക് ആ ഫ്രണ്ടിലിരുന്ന ആ സെക്യൂരിറ്റി ചേട്ടൻ മുതൽ ഐ ആം ഫീലിംഗ് ദാറ്റ് അവിടെ ഒരു സഫറിങ് ഉള്ള സ്ഥലമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പാലിയം എന്ന് പറയും. സോ സഫറിങ് ഉണ്ട് അവിടെ. സഫറിങ്ങിനേക്കാളും കൂടുതൽ റിലീഫും ആശ്വാസമാണ്. ഇപ്പോൾ ഡോക്ടറിൻ്റെ ലൈഫിൽ എനിക്ക് തോന്നുന്നു ചെറുപ്പം തൊട്ടേ വൺസ് ആഫ്റ്റർ യു മാരേജ്, ഹൗ യുവർ വൈഫ് ഡോക്ടറാണല്ലോ, എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇത് ഞാൻ എൻ്റെ ഒരു മറുപടി മാത്രമാക്കുന്നില്ല. ഞങ്ങൾ പാലിയേറ്റീവ് കെയറിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഒരു പൊതു മറുപടിയും കൂടെ ആക്കാൻ അതിൽ സ്കോപ്പുണ്ട്. ഞാൻ വളരെ ഭാഗ്യവാനാണ്. അതായത് ഒരു മാസം ഇത്ര ലക്ഷമെങ്കിലും കിട്ടണം, ഇത്ര ഇന്ന തരം ജീവിതം, ഈ കാറൊന്നും അല്ല, നല്ല വീതിയുള്ള വേറൊരു കാറ് വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഭാര്യയായിരുന്നെങ്കിൽ അത് ജീവിതം കുറേ കൂടെ ബുദ്ധിമുട്ടായേനെ.
ചിലർക്കും അതുപോലെ ഭാഗ്യം കിട്ടണമെന്നില്ല. എനിക്ക് ഭാര്യയും 2 മക്കളും വളരെ സപ്പോർട്ടീവായിരുന്നു എപ്പോഴും. അവർ ഒരിക്കലും അയ്യോ ഇത് ഇന്ന വലിയ ലക്ഷറീസ് ഒരാഗ്രഹം പറഞ്ഞിട്ടുമില്ല. എന്ന് വെച്ച് ഞങ്ങളൊരിക്കലും സാമ്പത്തിക ദുരിതത്തിൽ പോയുമില്ല. നല്ല ഭംഗിയായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ഈ ഭാഗ്യം കിട്ടില്ല. ഒബ്വിയസ്ലി. ചിലർക്ക് ആ പാഷൻ, ജീവിതത്തിന് അർത്ഥമുള്ള ഈ പണി വിട്ടു പോകാൻ ഇഷ്ടമില്ലായിരിക്കും. പക്ഷെ ഫാമിലിയിൽ നിന്ന് ചിലപ്പോൾ കുത്തുവാക്കുകളെ കിട്ടിയുള്ളെന്ന് വരും, സപ്പോർട്ട് കിട്ടിയില്ലെന്ന് വരും. അങ്ങനെയുള്ളവർക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവർക്കൊരു സപ്പോർട്ട് എവിടെ നിന്ന് കിട്ടും? ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായാലേ പറ്റൂ. ഞാൻ ഈ ചിരിക്കുന്നു സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞെങ്കിലും ചിലപ്പോൾ ചില എക്സ്പീരിയൻസ് അങ്ങ് ഉള്ളിൽ തട്ടും, കണ്ണ് നിറയും, ചില വിഷമിക്കും. ആ സമയത്ത് മിണ്ടാതെ അടുത്ത് വന്ന് ഒരാൾ ഇരിക്കുന്നുണ്ടാവും, എൻ്റെ ഒരു സഹപ്രവർത്തകനോ സഹപ്രവർത്തകയോ. എനിക്ക് സംസാരിക്കണമെന്ന് തോന്നുമ്പോൾ സംസാരിക്കുന്നത് കേൾക്കാൻ, ലിസൺ. അത് ലിസണിങ്ങിന് അവിടെ ആളുണ്ടാവും. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സപ്പോർട്ട് ചെയ്താലേ പറ്റൂ. ലിസൺ എന്ന് പറയുമ്പോൾ എൻ്റെ വൈഫ് ഇതേപോലെ ഞാനും ഭാഗ്യവാനാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു രീതിയിൽ പോഡ്കാസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഷീ സപ്പോർട്ട്സ് എ ലോട്ട്സ്. അപ്പോൾ ഈ ലിസൺ എന്ന് പറയുന്ന സാധനം എൻ്റെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും പരാതിയായിട്ടോ പറയാനുണ്ടെങ്കിൽ ഐ ഓൾവേസ് ട്രൈ ടു ഗീവ് ആൻ അഡ്വൈസ്. ഇതിങ്ങനെ ചെയ്താൽ മതി, ഇതിങ്ങനെ. ബട്ട് ഷീ ഓൾവേസ് സേ ദാറ്റ് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാം, ഞാനത് കേൾക്കാനല്ല വരുന്നത്. അപ്പോൾ അന്ന് ആ ലിസൺ എന്ന് കണ്ടപ്പോഴാണ് അതിൻ്റെ ഒരു ഡെപ്ത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായത്. ലിസണിങ് ഇസ് നോട്ട് ഓൺലി വാട്ട് ഇസ് സെഡ്, ഇറ്റ്സ് ഓൾസോ ടു വാട്ട് ഇസ് നോട്ട് സെഡ്. ഹേയ് ജോസഫേ, ഇന്ന് ഇച്ചിരി ഡൗണല്ലേ എന്ന് ഞാൻ മുഖം വായിച്ചിട്ട് മുഖം പറയുന്നത് കേട്ട് അയാൾക്ക് സംസാരിക്കാനൊരവസരം കൊടുക്കുകയാണ്. മെജോറിറ്റി ഓഫ് സിറ്റുവേഷൻസിലും ജോഷിനെ പഠിപ്പിച്ചു തന്ന പാഠം വളരെ പ്രഷ്യസാണ്. അവർ ഷെയർ ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്, സൊല്യൂഷൻസ് സീക്ക് ചെയ്യല്ല. അപ്പോൾ നമ്മൾ പലപ്പോഴും സ്ട്രെയിറ്റ് അവേ സൊല്യൂഷൻ മോഡിലേക്ക് പോകും. എപ്പോഴും അങ്ങനെ നമുക്കെല്ലാവർക്കും പറ്റും. അവിടെ കൂടുതൽ നമ്മൾ കേട്ടിരുന്നാൽ ആ വ്യക്തിക്ക് പറ്റിയ സൊല്യൂഷനിലേക്ക് എത്തിക്കോളും. ചിലപ്പോൾ മനസ്സാകെ കൺഫ്യൂഷനാവും, എനിക്ക് അറിഞ്ഞുകൂടെ എന്താ ചെയ്യേണ്ടതെന്ന് എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യുക എന്ന് പറയാൻ നിങ്ങൾക്ക് ചിലപ്പോൾ ക്വാളിഫൈഡേ അല്ലായിരിക്കും. അവിടെ അതൊന്ന് മുഴുവൻ കേട്ട് കഴിയുമ്പോൾ, ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേ എനിക്ക് മനസ്സിനൊരു കാര്യം വ്യക്തമായത് എന്ന് പറഞ്ഞ് അവർക്കൊരു ക്ലാരിറ്റി കിട്ടും. അല്പസമയം ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞെന്ന് വരും. ഒരു കാര്യം ചെയ്യുക റോഷന, ഇപ്പോൾ ഒരു തീരുമാനമെടുക്കേണ്ട കാര്യമുണ്ടോ? ഒരു 1-2 ദിവസം ആലോചിച്ചിട്ട് തീരുമാനമെടുത്താൽ പോരെ എന്നൊരു ചോദ്യത്തിന് അപ്രോപ്രിയേറ്റ് ആയിരിക്കും. പക്ഷെ അവർക്ക് വേണ്ടി തീരുമാനങ്ങളെല്ലാം എടുത്ത് ചാടാൻ തുടങ്ങിയാൽ അല്പം അപകടമാണ്, അവർ സ്വീകരിക്കില്ല. അവർക്ക് പിന്നെ വന്ന് പറയാനും ചിലപ്പോൾ തോന്നിയില്ല എന്ന് വരും. അതെ, അതെന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേരുടെ ലൈഫിൽ ഡോക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. അവരുടെ കൈപിടിച്ച് നടത്തുകയും അല്ലെ അവരിൽ ഒരു വളരെ ഡിഗ്നിഫൈഡായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ, എസ്പെഷ്യലി ഫാമിലി ചിൽഡ്രൻ്റെ കാര്യത്തിലായിട്ട്. സോ ഒരു ഹ്യൂമൻ ലൈഫിൻ്റെ, അതായത് മനുഷ്യനായിട്ട് ജനിക്കുന്നവരുടെ, എൻ്റെ ഭയങ്കര ഡീപ്പായിട്ടുള്ളൊരു അന്വേഷണത്തിൻ്റെ ഭാവം കൂടിയാണ്. ഒരു മനുഷ്യനായിട്ട് ജനിച്ചതിൻ്റെ പർപ്പസ് എന്താണ്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലൈഫ്? അതെ ജോഷേ, ആദ്യം പറഞ്ഞതിൻ്റെ ഒരു തുടക്കത്തിൻ്റെ ഒരുപാട് പേരുടെ ലൈഫിൽ എന്ത് ചെയ്തെന്ന് പറഞ്ഞ് കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് എൻ്റെ ജീവിതത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുമുണ്ട്. ഇതൊരു മ്യൂച്വൽ പ്രോസസ്സാണ്. ഐ എം വൺ ഓഫ് ദ റിച്ചസ്റ്റ് പീപ്പിൾ ഇൻ ദ വേൾഡ്. അത്രയും സ്നേഹം എനിക്കും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ജീവിതത്തിൻ്റെ പേർപ്പസേ ജോഷേ, അത് അന്വേഷിച്ച് കണ്ടെത്തുമ്പോൾ എൻ്റെ കൂടെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കണേ. ഒന്നാമത് ഇത് ഒരുപാട് പേര് ഏതെല്ലാം രീതിയിൽ അന്വേഷിക്കുന്നു ജോഷേ.
അവിടെ ഹിമാലയത്തിൽ പോയി തപസ് ചെയ്യുന്നു, ഇങ്ങനെ ലോകവുമായിട്ട് കമ്മ്യൂൺ ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. എനിക്കത്ര ആഴമൊന്നുമില്ല. ആരെങ്കിലുമൊക്കെ നിങ്ങളാരെങ്കിലും മനസ്സിലാക്കി എടുത്താൽ പറഞ്ഞു തരും, അപ്പം ഞാൻ കേട്ടോളാം. എനിക്കിനി അതൊന്ന് മനസ്സിലാക്കിയേ തീരുമെന്ന് വലിയ വാശിയില്ല. വാശിയില്ല. അത് വല്ലാത്തൊരു ആൻസറായി. ഇപ്പോൾ നമ്മൾ ബുക്ക് ഡോക്ടറിൻ്റെ പുസ്തകം ആക്ച്വലി ദിസ് ഇസ് വാക്ക് വിത്ത് വേറെ ഇംഗ്ലീഷാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിൻ്റെ തന്നെ മലയാളമുണ്ട്, സ്നേഹം സ്വാന്തനം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ 2 പുസ്തകം എൻ്റെ ലൈഫിൽ വായിച്ച പുസ്തകങ്ങളിൽ വെച്ചിട്ട് ലിറ്ററലി എന്നെ കരയിച്ച ഒരേ ഒരു പുസ്തകം എന്ന് പറയാം, ഫ്രം ദ ബിഗിനിങ്. എനിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റിയായിരുന്നു. എൻ്റെ ലൈഫിൽ കുറേ ക്വസ്റ്റ്യൻസിന് അഡ്രസ്സ് ചെയ്യാൻ പറ്റി. അപ്പോൾ സ്വാഭാവികമായിട്ട് കണ്ടു നിറഞ്ഞു. അപ്പോൾ ഈ പുസ്തകത്തിൽ ഒരു ഡോക്ടറിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയിട്ടിരുന്ന സമയത്ത് കസിൻ്റെ ഒരു മരണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ആ ഒരു 20-22 വയസ്സുകാരൻ്റെ അടുത്ത് പോയി ഡോക്ടർ ഇരിക്കുവാണെങ്കിൽ വാട്ട് യു വിൽ ടോക്ക് ടു ദാറ്റ് പേഴ്സൺ? ഈ 22 വയസ്സുകാരൻ രോഗിയോടോ അല്ല, ഡോക്ടറോട്. മെഡിക്കൽ സ്റ്റുഡൻറ്റ് ഡോക്ടറോടോ? ഞാൻ ഇരിക്കും, ഞാനവിടെ ഇരിക്കും. അയാളുടെ മുഖത്ത് എന്തോ കൺഫ്യൂഷനോ വേദനയോ കണ്ടാൽ ഞാൻ അല്പസമയം ഇരിക്കും. സൈലൻസ് ഭയങ്കര ഒരു മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. ഞാൻ എവിടെയും ചുമ്മാ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ എന്തോ ഉണ്ടെന്ന് ഞാൻ കാണുന്നു. ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് ശ്രദ്ധയുണ്ട് എന്നുള്ളത് കൺവേ ചെയ്യുകയാണ്. ഞാൻ അദ്ദേഹത്തെ ചിലപ്പോൾ ഒരു 3 മിനിറ്റ് ചുമ്മാ ഇരുന്നെന്ന് വരും. സാധാരണ അധികം പേര് ഒരു 1 മിനിറ്റ് കൂടുതൽ സൈലൻസ് കീപ്പ് ചെയ്യൽ, ചിലപ്പോൾ കൂടുതലുമാവും. അവിടെ ആ ഇരിപ്പും സൈലൻസും ഒരു പ്രധാന മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. അത് കഴിയുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞെന്ന് വരും. ഞാനൊരു മണ്ടന എന്നായിരിക്കും അദ്ദേഹം പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം എന്നായിരിക്കും. ഒട്ടനെ അയ്യോ ജീവിതം വിലവേറിയതാണ്, അത് ദൈവം കൽപ്പിച്ചു തന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഫിലോസഫി അടിച്ചാൽ കോൺവെർസേഷൻ കഴിഞ്ഞു. അല്പം കൂടെ വെയിറ്റ് ചെയ്യണം. ഒന്നും മിണ്ടിയില്ലെങ്കിൽ എന്താണ് അങ്ങനെ ഇപ്പം തോന്നാൻ കാര്യം എന്നൊന്ന് ചോദിച്ചാൽ പിന്നെ ചിലപ്പം വെള്ളച്ചാട്ടം പോലെ ഇങ്ങ് വരും ഉള്ളിലുള്ളത്. ആകുന്നിടത്തോളം ക്ഷമയോടെ കേൾക്കണം. ഇതിൽ കുറേയധികം തന്നെത്താൻ മനസ്സുകൊണ്ടത് ട്രൈ ടു മേക്ക് സെൻസ് ഓഫ് ദ കൺഫ്യൂഷനായിരിക്കും. കുറച്ച് വിഷമങ്ങളുള്ളത് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും. ചിലപ്പോൾ അവസാനം ശരിക്കുള്ള ചോദ്യങ്ങളും ഉണ്ടായെന്ന് വരും. പക്ഷേ നമ്മൾ അവിടെയൊക്കെ പാലിയേറ്റീവ് നിറച്ച് ലിസൺ എന്ന് എഴുതി വച്ചേക്കുന്നത് ലിസണിങ് ഈസ് വൺ ഓഫ് ദ മെയിൻ മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സൈലൻസ് ക്യാൻ ബി ഗോൾഡൻ. സൈലൻസ് ക്യാൻ ബി ഗോൾഡൻ. ഗോൾഡൻ. അവിടെ ഒരല്പം വെയിറ്റ് ചെയ്ത് മനസ്സ് ഒന്ന് ഓർഡറിലാക്കി അയാൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നതും വളരെ പ്രഷ്യസാണ്. സാധാരണ നമ്മൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞത് സെറ്റിൽ ചെയ്യാനുള്ള തിരക്കാണ്. അത് മനസ്സ് നിറഞ്ഞിരിക്കുമ്പോൾ ശരിയാവില്ല, അങ്ങോട്ടൊന്നും കെടുക്കാനേ തയ്യാറാവില്ല ചിലപ്പോൾ. ഓക്കെ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അല്ലാത്ത എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഡോക്ടറിന് ഷെയർ ചെയ്യാനുണ്ടാവും? അതിലേ എന്നെ ഏറ്റവും ടച്ച് ചെയ്തതോ അഫക്റ്റ് ചെയ്തതോ ആയ കഥകൾ അതിലില്ല. ഇല്ല. കാരണം ഒരു പ്രൈവസിയുടെ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ. ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ അനുഭവങ്ങൾ ആ വ്യക്തിയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധ്യതയുള്ളപ്പോൾ പറയുന്നത് ശരിയല്ല. ഞാൻ എൻ്റെ തന്നെ വ്യക്തിപരമായ കുടുംബ ബന്ധങ്ങളുടെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും മനസ്സിലത് ശരിയായോ തെറ്റായോ എന്ന് ഒരു സംശയമുണ്ട്. അപ്പോൾ ഈ വ്യക്തിയുടെ ഞാൻ പറയുന്നത് ഞങ്ങൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ അത് വളരെ വ്യക്തിപരമാണ്. അപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ ഞാൻ പങ്കുവച്ചിട്ടില്ല. എത്രയോ പേര്
ഞാൻ ആത്മഹത്യാ ശ്രമത്തിനെ പറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത് ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, ഒന്നും നടക്കുന്നില്ല, എന്തെങ്കിലും കുത്തിവെച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ആളുകൾ. അപ്പോൾ അനുഭവങ്ങൾ ധാരാളമുണ്ട്. അത് എൻ്റെ ജീവിതത്തിൽ എൻറിച്ച് ചെയ്തിട്ടുമുണ്ട്. ഇത് രണ്ട് രീതിയിലുമുണ്ട്. ഒരു പാലിയേറ്റീവ് കെയറിലെ ഇൻ്റർവെൻഷൻ കൊണ്ട് ഒരു ജീവിതം തന്നെ മാറി പോസിറ്റീവായിട്ട് മാറിപ്പോയ അനുഭവങ്ങൾ ധാരാളമുണ്ട്. ഒരു സേവിങ് എ ലൈഫ് എന്ന് പറയാം. ഒരു കുട്ടിക്കാലത്ത് ആ ഒരു സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് അവർ ഒരു ജീവിതം ബിൽഡ് ചെയ്ത അനുഭവമുണ്ട്. തെറ്റുകളും പറ്റിയിട്ടുണ്ട്. നമ്മൾ വേറൊരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അകത്ത് കയറി അങ്ങോട്ട് തൊടാൻ ശ്രമിക്കുകയല്ലേ. അപ്പോൾ തൊടുന്ന രീതിയിൽ അത് ട്രോമയുണ്ടാക്കും. ഒരു ഡിപ്രസീവ് ഇൽനെസ്സിൽ കൂടെ പോയ ഒരു സഹപ്രവർത്തകനെ ഞാൻ സംസാരിച്ച് പിന്നീട് അയാൾ ട്രീറ്റ്മെൻറ്റ് സ്വീകരിച്ച് ആ വ്യക്തി പിന്നീട് ആത്മഹത്യ ചെയ്തു. പക്ഷേ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് അയാൾ എന്നോടൊരു പറഞ്ഞു, സാറാ സകല പ്രശ്നത്തിനും കാരണം, സാറാ ഡിപ്രഷന് ട്രീറ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനൊരു അഫെയറിൽ പോയി ചാടുകയില്ലായിരുന്നു. He had an unfortunate affair. As a consequence and all the family dynamics, he killed himself. അവിടെ ഇൻ്റർവെൻഷൻ ചെയ്തതുകൊണ്ട് എന്ത് പറ്റി, അതുകൊണ്ടാണോ മരിച്ചതെന്നുള്ളത് പ്രശ്നം പോട്ടെ. പക്ഷേ അയാൾക്ക് അങ്ങനെ ഒരു തോന്നൽ വരാനും ഇടയായില്ലേ. അങ്ങനെ ആളുകൾ കുറ്റപ്പെടുത്തുമ്പം വാട്ട് മേക്സ് യു മൂവ് ഫോർവേഡ്? അല്ല, ആ ഒരു കോണ്ടെക്സ്റ്റിൽ രണ്ട് കാര്യം. ഒന്ന്, ഞാനൊന്ന് തന്നെത്താനെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നത്, അതുപോലെ നീ ഒരു മനുഷ്യനാണേ, ദൈവമൊന്നുമല്ലല്ലോ, തെറ്റുകൾ പറ്റും. പിന്നെ എൻ്റെ നല്ല ഇൻറ്റൻഷനോട് കൂടി ഞാൻ ചെയ്തതല്ലേ. അയാൾ അങ്ങനെ പറഞ്ഞെങ്കിലും അങ്ങനെ ഡിപ്രസീവ് ഇൽനെസ്സിലുള്ള ഒരാളിനെ ട്രീറ്റ്മെൻറ്റിന് പ്രേരിപ്പിക്കാതിരിക്കുന്നത് ശരിയാണോ? ആ ഒരു കേസിൽ അങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് സ്വയം തോന്നി. അതുമാത്രമല്ല, തീരെ വിഷമം വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒന്ന് വന്നിരിക്കുക, എനിക്കിതെല്ലാം കൂടെ മനസ്സിൽ അങ്ങോട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഇതിങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ക്ഷമയോടെ കേൾക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. അതാണ് ഡോക്ടറിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക റിച്ച്നെസ് എന്ന് എനിക്ക് തോന്നുന്നു. കേൾക്കാൻ ഒരാളുണ്ടാവുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യം. ഇത്ര ചുരുക്കം പേർക്ക് കിട്ടുക, അത് വലിയ ഭാഗ്യമാണ്. അപ്പോൾ മോസ്റ്റ്ലി നമ്മുടെ പോഡ്കാസ്റ്റ് അവസാനിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ കൊണ്ടിട്ടാണ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റി ഡോക്ടറിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്താണ്? അല്ലെ ഡോക്ടറിനെ ആരോടാണ് ഏറ്റവും കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളത്? ഈ ഒരു ക്വസ്റ്റ്യനോടെ ആയിരിക്കും നമ്മൾ പോഡ്കാസ്റ്റ് മോസ്റ്റ്ലി നിർത്തുന്നത്. അതെ, നിങ്ങൾ കഴിഞ്ഞ ദിവസം എന്നെ നിങ്ങളുടെ ഒരു ചെറിയ ഡയറി കൊണ്ടുവന്നു തന്നു. 2 പേജ് പ്രിൻറ്റും ബാക്കിയെല്ലാം ബ്ലാങ്കുമായിട്ട്. ഗ്രാറ്റിറ്റ്യൂഡ് പഠിപ്പിക്കലായിരുന്നു. എന്നെ അത് കൂടുതൽ ചിന്തിപ്പിച്ചു. ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് ഒരുപാട് ഭാഗ്യങ്ങളുണ്ടായിട്ടുണ്ട്, അതിന് ഗ്രേറ്റ്ഫുള്ളാണ്. അത് ഇടയ്ക്ക് സ്വയം ഓർമ്മിക്കേണ്ടതും പ്രധാനമാണെന്ന് നിങ്ങളുടെ പാഠത്തിൽ നിന്ന് ഞാൻ പഠിച്ചു. അതിൻ്റെ കൂടെ എനിക്ക് തോന്നിയത് അത് എക്സ്പ്രസ് ചെയ്യേണ്ടതും ആവശ്യമാണ്. താങ്ക് യു, ഐ എം ഗ്രേറ്റ്ഫുൾ ടു യു എന്ന് പറയാൻ എന്താ ഇത്ര മടി? അതങ്ങ് പറയേണ്ടത് പറഞ്ഞില്ലെങ്കിൽ പിന്നീട് ചിലപ്പോൾ പറയാൻ അവസരം കിട്ടിയില്ലെങ്കിലോ? അതെ, എക്സാക്ട്ലി. അപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യേണ്ടതാണ്, എക്സ്പ്രസ് ചെയ്യേണ്ടതുമാണ് എന്ന് തോന്നി. പിന്നെ പോഡ്കാസ്റ്റ് എൻഡ് ചെയ്യുന്നതിന് മുമ്പേ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് എൻ്റെ ശ്രദ്ധ തിരിച്ചു കൊണ്ടുവന്ന ആളെന്ന നിലയ്ക്ക് ഇങ്ങോട്ടെന്താ പറയാനുള്ളത്?
നിങ്ങളെങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡിൽ ഇത്ര കോൺസെൻട്രേറ്റ് ചെയ്തത്? ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഇമോഷൻ എന്നെ സംബന്ധിച്ച് ഇറ്റ്സ് ദ ലിവിങ് ഫോഴ്സ് ഓഫ് മൈ ലൈഫ് എന്ന് പറയാം. എൻ്റെ മാത്രമല്ല, വൈഫിൻ്റെ ആയിക്കോട്ടെ, എൻ്റെ സർക്കിളിലുള്ളവരുടെ അടുത്തെല്ലാം ഞാനിത് പറയാറുണ്ട്. കാരണം ഇറ്റ് ക്യാൻ ഡു മിറാക്കിൾസ് ഇൻ മൈ ലൈഫ്. നമ്മൾ നോക്കിക്കാണുന്ന പേഴ്സ്പെക്റ്റീവിനെ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായതുകൊണ്ടാണ്. ഇപ്പം ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ പറഞ്ഞു എൻ്റെ കസിൻ്റെ ഡെത്തിനെ പറ്റി. ബട്ട് ഐ ആം ഫീലിംഗ് ഗ്രേറ്റ്ഫുൾ. കാരണം ബിക്കോസ് ഓഫ് ഹെർ സാക്രിഫൈസ് ഐ ലുക്ക് ലൈഫ് ഇൻ എ വെരി ഡിഫറെൻറ്റ് വേ. പിന്നെ മാത്രമല്ല, നേരത്തെ എൻ്റെ പപ്പയുടെ ചേട്ടൻ ഡാഡി മരിച്ച കാര്യത്തിലുണ്ട്. ആക്ച്വലി എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അദ്ദേഹത്തെ വെച്ചിട്ടൊരു പോഡ്കാസ്റ്റ് ചെയ്യണം. ഹീസ് എ സയൻറ്റിസ്റ്റ്, ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡനിലെ സയൻറ്റിസ്റ്റാണ്. വീട്ടിലെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നതും ഡാഡി തന്നെയാണ്. അപ്പോൾ ഡാഡി വെച്ചിട്ടൊരു പോഡ്കാസ്റ്റ് എടുക്കണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. ബട്ട് ഞാൻ ആ ആഗ്രഹം ആഗ്രഹിച്ചുകൊണ്ടിരുന്നല്ലാതെ ഡിസിഷൻ എടുക്കാൻ ഭയങ്കരമായിട്ട് വൈകിപ്പോയി. അപ്പോൾ എനിക്ക് ആ ചാൻസ് മിസ്സായി. അപ്പോൾ എക്സ്പ്രസ് ചെയ്യേണ്ട കാര്യം അതേപോലെ എക്സ്പ്രസ് ചെയ്യേണ്ട കാര്യങ്ങൾ സമയത്ത് എക്സ്പ്രസ് ചെയ്തില്ലെങ്കിൽ ദാറ്റ് വാസ് എ ഡീപ്പ് ഹിറ്റ് ഇൻസൈഡ് മീ. അപ്പം എക്സ്പ്രസ് ചെയ്യേണ്ട കാര്യങ്ങൾ ആ സമയത്ത് എക്സ്പ്രസ് ചെയ്തില്ലെങ്കിൽ പിന്നെ അത് എക്സ്പ്രസ് ചെയ്യാൻ നമ്മളോ അവരോ ഉണ്ടാവില്ല എന്നുള്ളൊരു ഡീപ്പായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ട്. ബിക്കോസ് ഓഫ് 2 ഡെത്ത്സ് ആക്ച്വലി ഇൻ മൈ ലൈഫ്. അപ്പോൾ അതാണ് എന്നെ ആക്ച്വലി ഗ്രാറ്റിറ്റ്യൂഡിലോട്ട് ഒരുപാട് അടുപ്പിച്ചത്. മാത്രമല്ല എൻ്റെ ഫിനാൻഷ്യൽ റിലേഷൻഷിപ്സ്, എൻ്റെ ഹെൽത്ത്, ഇതിനൊക്കെ എൻ്റെ ഫോക്കസ് കൊണ്ടുവന്നതും ഈ ഗ്രാറ്റിറ്റ്യൂഡാണ്. ഞാൻ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കണം, ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ഹെൽത്ത് എന്ന് ഞാൻ രാവിലെ ആലോചിച്ചിറങ്ങുമ്പോൾ ഐ മേക്ക് ഷുവർ ദാറ്റ് എൻ്റെ ഹെൽത്തിന് മോശമായിട്ടുള്ള കാര്യങ്ങൾ അന്നത്തെ ദിവസം ഞാൻ ചെയ്യില്ല. അതായിരുന്നു എൻ്റെ അത് ഈ പോഡ്കാസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാവരിലും എത്തിക്കുക എന്നുള്ള കാര്യത്തിൽ. ആ ചോദ്യം ചോദിച്ചതിന് വളരെ നന്ദി. നിങ്ങളുടെ ഈ യൗവനത്തിൽ തന്നെ ഇത്രയും പ്രൊഫൗണ്ടായിട്ടൊരു ലെസൺ സ്വയം ഉൾക്കൊണ്ട് പഠിപ്പിക്കുന്നതിൽ അതിലൊരു വലിയ മഹത്വമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളെല്ലാം നെഗറ്റീവ് കാണാനാണ് ട്വൈസ് ആസ് റെഡി, കണ്ടീഷൻ ദാറ്റ് വേ. അവിടെ എന്നാലും നീ എന്നെ ഒന്ന് അന്വേഷിച്ചില്ലല്ലോ എന്ന് എന്തിനെങ്കിലും ഒരു പരിഭവം പറയുന്നിടത്ത് അയാൾ എന്തൊക്കെ ചെയ്തു തന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോവുകയാണ്. അപ്പോൾ ജോഷത് പറഞ്ഞതിൽ ഒരു വലിയ ലെസണുണ്ട്, ടു ബി ഏബിൾ ടു ലുക്ക് അറ്റ് ദ പോസിറ്റീവ്സ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ദുരിതമുണ്ട് ഈ ലോകത്ത്, നമ്മുടെ രാജ്യത്ത് ഒക്കെ. ഇത് നമ്മൾ വേറൊന്ന് പറഞ്ഞു, ഡെത്ത് ഇല്ലിറ്ററസി എന്ന് പറഞ്ഞു. ഡെത്ത് മാത്രമല്ല, ഒരു രോഗങ്ങളെപ്പറ്റിയും സഫറിങ്ങിനെ പറ്റി പ്രത്യേകിച്ചും ഒരുപാട് ലാക്ക് ഓഫ് ലിറ്ററസി ഉണ്ട്. അപ്പോൾ ഇങ്ങനൊരു പോഡ്കാസ്റ്റ് ചെയ്യുന്നത് വളരെ വിലപ്പെട്ട കാര്യമാണ്. എത്രയോ മനുഷ്യർക്ക് ഇതിൽ നിന്നൊരു ചിന്ത വരും, ഒരു ഗൈഡൻസ് കിട്ടും. പോഡ്കാസ്റ്റിൽ വന്നതുകൊണ്ട് ആക്ച്വലി ഐ തോട്ട് ഓഫ് ഗിവിങ് യു എ ഗിഫ്റ്റ്. ആക്ച്വലി ഇത് റോഷന വരച്ചാണ്. എന്തൊക്കെ മൾട്ടി ഫാസറ്റഡ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൽ വളരെ ഗ്ലെയറിങ് ആയിട്ട് മിസ്സിങ് ആയിട്ടുള്ളത് ഇവിടെ ഒരു ആർ എങ്കിലും കാണുമായിരുന്നു. സാധാരണ പടം വരയ്ക്കുന്ന ആളിൻ്റെ ഒരു ഇനിഷ്യലെങ്കിലും സെൽഫ് എഫേസിങ്, കംപ്ലീറ്റ്ലി സെൽഫ് എഫേസിങ്. ഇത് അവിടെ ലിസൺ എന്നുണ്ടായതുകൊണ്ട്, പാലിയത്തിൽ ലിസൺ എന്നുണ്ടായതുകൊണ്ട് ഓക്കെ ലിസൺ ചെയ്യുന്ന ഒരു തോട്ട് പ്രോസസ്സിൽ ചെയ്തത്. ഓക്കെ, ഇത് നമ്മുടെ ഒരു ചെറിയ വിന്നി ആൻഡ് ദ പൂ ഞാൻ അയച്ചു തരാം. ഒരു ഇത് വിന്നി ആൻഡ് ദ പൂവിൽ തന്നെയല്ലേ, അതിൽ ഒരാൾ പോയി അടുത്തിരിക്കുന്നു. ടുഡേ വാസ് എ ബാഡ് ഡേ, യു വാണ്ട് ടു ടോക്ക് അബൌട്ട് ഇറ്റ്? നോ. The person still sits. What are you doing? No, just being there. അത് തന്നെ. താങ്ക് യു റോഷന. വാല്യൂഡ് പൊസഷൻ.